ചോദ്യം നമ്പർ 1 ശ്രീ സേവ്യർ. സർ, ഞങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട ദേവസ്വം മന്ത്രി രാജിവെക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ സമ്മർദ്ദം SITയുടെ മേലെ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരത്തിലാണ്. സർ, ഞങ്ങൾ ആ സമരം തുടരുകയാണ്. ഞങ്ങളുടെ 2 അംഗങ്ങൾ ശ്രീ CR മഹേഷും ശ്രീ നജീബ് കാന്തപുരവും ഇന്ന് സഭാ കവാടത്തിന് മുന്നിൽ സത്യാഗ്രഹ സമരം ആരംഭിക്കുകയാണെന്നുള്ള വിവരം അങ്ങേ അറിയിക്കുന്നു. ഞങ്ങൾ സഭാ നടപടികളുമായി സഹകരിച്ചുകൊണ്ട് തന്നെ ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണെന്ന് അങ്ങേ അറിയിക്കും. ഓക്കെ, താങ്ക് യു. ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഇത് ഗവൺമെൻറ്റിനെതിരായിട്ടുള്ളൊരു സമരമായിട്ടല്ല വരിക. യഥാർത്ഥത്തിൽ ഹൈക്കോടതിക്കെതിരെയുള്ളൊരു സമരമാണിത്. ഹൈക്കോടതിയാണ് SITയുടെ കാര്യങ്ങൾ നോക്കുന്നതും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതും ഇടപെടുന്നതുമൊക്കെ. അപ്പോൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നടത്തുന്ന സമരം നിയമസഭാ കവാടത്തിലാണെങ്കിലും യഥാർത്ഥത്തിൽ അത് ഹൈക്കോടതിക്കെതിരെയുള്ള ഒരു സമരമായിട്ടാണ് വരിക. യെസ്, ബഹുമാനപ്പെട്ട CM ചോദ്യം. സർ, ഉണ്ട് മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 19/1/26 വരെ 3360 വായ്പകൾ അനുവദിച്ചതിലൂടെ 2963 സംരംഭങ്ങൾ കേരളത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ സംരംഭങ്ങൾക്കായി ആകെ 1286 കോടി 96 ലക്ഷം രൂപ വായ്പ നൽകിയിട്ടുണ്ട്. പലിശ നിരക്കായ 10% നിന്ന് സർക്കാർ സബ്സിഡി 3%, KFC റിബേറ്റ് 2% കുറച്ച് 5% നിരക്കിലാണ് വായ്പകൾ നൽകി വരുന്നത്. വായ്പാ പരിധി 2 കോടി രൂപയാണ്. നിലവിലെ വായ്പാ കാലാവധി 5 വർഷമാണ്. ഇത് ദീർഘിപ്പിക്കാനുള്ള തീരുമാനം നിലവിൽ കൈക്കൊണ്ടിട്ടില്ല. പദ്ധതിയുടെ ഗുണഭോക്താക്കളിൽ 1374 വനിതാ സംരംഭകരുണ്ട്. പദ്ധതിയിലൂടെ ഇതിനകം 87,440 തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. പദ്ധതി ആരംഭിച്ചതു മുതൽ പലിശ സബ്സിഡി ഇനത്തിൽ 46 കോടി 60 ലക്ഷം രൂപ സർക്കാരും പലിശ കിഴിവിനത്തിൽ റിബേറ്റിനത്തിൽ 25 കോടി 81 ലക്ഷം രൂപ KFCയും ചെലവഴിച്ചിട്ടുണ്ട്. ശ്രീ സേവ്യർ ചിറ്റലപ്പള്ളി. സർ, സംസ്ഥാനത്തെ അഭ്യസ്തവിദ്യരായ യുവാക്കൾക്കും പ്രവാസികൾക്കും വനിതകൾക്കും സ്വന്തമായി സംരംഭങ്ങൾ തുടങ്ങാൻ വലിയ കൈത്താങ്ങാണ് മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടിയിലൂടെ രൂപപ്പെട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ വ്യവസായ മേഖലയിൽ വിപ്ലവകരമായ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടി മുഖേന എത്ര സംരംഭങ്ങൾ ഇനിയും ആരംഭിക്കാൻ കഴിയുമെന്ന് കണക്കാക്കിയിട്ടുണ്ടോ? യെസ്, ബഹുമാനപ്പെട്ട CM. സർ, 500 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ എന്ന കണക്കിൽ അടുത്ത 5 വർഷത്തിനുള്ളിൽ 2500 സംരംഭങ്ങൾ തുടങ്ങാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. സംരംഭകരെ കൂടാതെ ഓരോ സ്ഥാപനത്തിൽ നിന്നും ശരാശരി 5 പേർക്ക് പ്രത്യക്ഷമായും 10 പേർക്ക് പരോക്ഷമായും തൊഴിൽ ലഭിക്കാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പരിപാടിക്ക് ലഭ്യമായ ദേശീയ അംഗീകാരം എന്തെന്ന് വിശദമാക്കാമോ? യെസ്, ബഹുമാനപ്പെട്ട CM. സർ, പദ്ധതികൾക്ക് സാധാരണഗതിയിൽ നല്ല അംഗീകാരം തന്നെയാണ് ലഭ്യമാകുന്നത്. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ പൊതുവിഭാഗത്തിൽപ്പെട്ട 50 വയസ്സിൽ താഴെയുള്ള സംരംഭകർക്കും NRK പട്ടികജാതി പട്ടികവർഗ വനിതാ വിഭാഗത്തിൽപ്പെട്ട 55 വയസ്സിൽ താഴെയുള്ള സംരംഭകർക്കും വിമുക്ത ഭടന്മാർക്ക് വയസ്സിന് പരിധിയില്ലാതെയുമാണ് ആനുകൂല്യം ലഭ്യമാവുക. ഇത്തരമൊരു പദ്ധതി ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ടതും നല്ല രീതിയിൽ അംഗീകാരം ലഭ്യമായതുമാണ്. ശ്രീ PP ചിത്തരഞ്ജൻ.
സാർ, ഈ പദ്ധതിയുടെ ചെലവിൻ്റെ എത്ര ശതമാനം തുക വായ്പയായി അനുവദിക്കും? അതോടൊപ്പം തന്നെ വായ്പയുടെ തിരിച്ചടവ് കാലാവധി എത്രയാണ് എന്നതിനെ സംബന്ധിച്ച് വിശദീകരിക്കാം. യെസ്, ബഹുമാനപ്പെട്ട സി എം. ഇതിൽ പദ്ധതി ചെലവിൻ്റെ 90% തുക വായ്പയായി അനുവദിക്കുന്നതാണ്. 5 വർഷമാണ് വായ്പയുടെ തിരിച്ചടവ് കാലാവധി. ശ്രീ ലിൻഡോ ജോസഫ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ സംരംഭത്വ വികസന പരിപാടിയുടെ ഭാഗമായി കേരളത്തിൽ ഇതിനോടകം തന്നെ 2963 സംരംഭങ്ങൾ ആരംഭിക്കാൻ കഴിഞ്ഞതും അതിൽ 1374 വനിതകളാണ് സംരംഭകർ എന്നതും ഈ പദ്ധതിയുടെ പ്രാധാന്യം എത്രത്തോളമുണ്ട് എന്ന് വിളിച്ചു തോന്നുന്നതാണ്. സാർ, എൻ്റെ ചോദ്യം, ഈ പദ്ധതി കൂടുതൽ വ്യാപിപ്പിച്ച് അതോടൊപ്പം സബ്സിഡിയിൽ വലിയ കുറവ് വരുത്തി പലിശ കൂടുതൽ കുറവ് നൽകി ഈ പദ്ധതിയെ കൂടുതൽ വ്യാപിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. യെസ്, ബഹുമാനപ്പെട്ട സി എം. സർ, പദ്ധതിക്ക് നല്ല പ്രതികരണങ്ങളാണ് വരുന്നത്. അതിൻ്റെ ഭാവി എങ്ങനെ വികസിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ ഉള്ളത് കാലത്തിന് വിടാം നമുക്ക്. ഏതായാലും അതിനോടൊന്നും ഒരു നിഷേധാത്മക സമീപനം സർക്കാരിനില്ല. ശ്രീ എ പ്രഭാകരൻ. സർ, ഈ പദ്ധതിയുടെ ആനുകൂല്യം സ്റ്റാർട്ടപ്പുകൾക്ക് നൽകുന്നുണ്ടോ എന്നതാണ് എൻ്റെ ചോദ്യം. യെസ്. സർ, സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകുന്നുണ്ട്. ഇപ്പോൾ 51 ടെക്നോളജി ബേസ്ഡ് സ്റ്റാർട്ടപ്പുകൾക്കായി 69 കോടി രൂപ ഇതിനകം നൽകിയിട്ടുണ്ട്. 2026-27ലേക്കും ഇതേ രീതിയിൽ സഹായം നൽകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. യെസ്. ചോദ്യം നമ്പർ 2, ശ്രീ കെ കെ രാമചന്ദ്രൻ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, ഉണ്ട്. അതിവേഗം നഗരവൽക്കരിക്കപ്പെടുന്ന സംസ്ഥാനമാണ് കേരളം. ഏറ്റവും പുതിയ ജനസംഖ്യാ കണക്കെടുപ്പുകളും ജനസംഖ്യാ പ്രവചനങ്ങളും സംസ്ഥാനം അതിവേഗം നഗരവൽക്കരണത്തിൻ്റെ പാതയിലാണെന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നു. 1991 സെൻസസ് പ്രകാരം കേരളത്തിലെ നഗര ജനസംഖ്യ 26.44% മാത്രമായിരുന്നെങ്കിൽ വെറും 20 വർഷത്തിനുള്ളിൽ 2011 സെൻസസ് അനുസരിച്ച് 47.22% ഉയർന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. കേരളത്തിലെ സെൻസസ് ടൗണുകളുടെ എണ്ണത്തിലുണ്ടായ വർധനവിലും അതിവേഗ നഗരവൽക്കരണത്തിൻ്റെ പ്രവണത വ്യക്തമായി കാണാവുന്നതാണ്. 2001 159 ആയിരുന്ന സെൻസസ് ടൗണുകളുടെ എണ്ണം 2011 3 ഇരട്ടിയിലധികം വർദ്ധിച്ച് 520 നിലവിൽ കേരളത്തിലെ നഗര ജനസംഖ്യ 60%-ലധികമാണെന്നും പലതരത്തിലുള്ള പ്രവചനങ്ങളുണ്ട്. ചില പ്രവചനങ്ങൾ 2035 ആകുമ്പോഴേക്കും 90% നഗര ജനസംഖ്യയാവും എന്ന് പറയുന്നുണ്ട്. 2051 കൂടി 80%-ലേക്ക് എത്തും എന്നുള്ള പ്രവചനമുണ്ട്. കേരളത്തിലെ നഗരവൽക്കരണത്തിൻ്റെ സ്വഭാവവും സങ്കീർണതയും പ്രശ്നങ്ങളും ഉൾക്കൊണ്ടുകൊണ്ടും കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കിയും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന കാഴ്ചപ്പാടിന് അനുസൃതമായും ഹ്രസ്വകാല ദീർഘകാല ലക്ഷ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്ത 25 വർഷത്തെ വികസന പ്രവർത്തനങ്ങളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് സമഗ്ര നഗര നയം രൂപീകരിക്കാൻ സർക്കാർ തീരുമാനിച്ചു. സാർ, ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനം ഒരു നഗര നയം ആവിഷ്കരിക്കാൻ മുൻകൈയെടുത്തത്. അതിപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഈ സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇന്ത്യയിൽ ആദ്യം നഗര നയം ആവിഷ്കരിക്കുന്ന സംസ്ഥാനമായി കേരളം മാറും. സാർ, 13 അംഗ കേരള നഗരനയ കമ്മീഷനെ ഇതിനുവേണ്ടി രൂപീകരിച്ചു. അക്കാഡമിക്, രാഷ്ട്രീയ, സാമൂഹ്യ മേഖലകളിലെ വിദഗ്ധർ ഉൾപ്പെട്ട ഈ കമ്മീഷന്റെ ചെയർമാനായി പ്രവർത്തിച്ചത് ബെൽഫാസ്റ്റിലെ ക്യൂൻസ് സർവകലാശാലയിലെ പ്രൊഫസർ ശ്രീ എം സതീഷ് കുമാറാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള നഗരാസൂത്രണ വിദഗ്ധർ, അതുപോലെ നഗരകാര്യ വിദഗ്ധർ എല്ലാം ഉൾപ്പെട്ട ഡോക്ടർ കെ ടി രവീന്ദ്രനെയൊക്കെ പോലുള്ള ഇന്ത്യയിലെയും വിദേശത്തെയും ഏറ്റവും പ്രമുഖരായിട്ടുള്ള ഈ മേഖലയിലെ വിദഗ്ധർ ഉൾപ്പെട്ട കമ്മീഷനാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. രാജ്യത്തെ പ്രധാനപ്പെട്ട 21 അക്കാദമിക് സ്ഥാപനങ്ങൾ നടത്തിയ 32 ഹ്രസ്വകാല പഠനങ്ങളുടെയും 50-ലധികം സ്റ്റേക്ക് ഹോൾഡർ കൺസൾട്ടേഷനുകളുടെയും അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ച് ഏതാണ്ട് ജനപ്രതിനിധികൾ ഉൾപ്പെടെ 2500-ലേറെ പേരുമായി ആശയവിനിമയം നടത്തിയിട്ട് കൂടിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. 2024 ഒരു ഇടക്കാല റിപ്പോർട്ടും 25 മാർച്ചിൽ അന്തിമ റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചിട്ടുണ്ട്. സർ, ബാക്കി ഞാൻ മേശപ്പുറത്ത് വെച്ചു. താങ്ക് യു. ശ്രീ കെ കെ രാമേന്ദ്രൻ. സാർ, രാജ്യത്തെ മറ്റു സംസ്ഥാനങ്ങളിൽ പൊതുവെ കാണുന്നത് പോലെ ഗ്രാമത്തിലുള്ളവർ നഗരങ്ങളിലേക്ക് ചേക്കേറുകയല്ല, മറിച്ച് നഗരം ഗ്രാമങ്ങളിലേക്ക് വളരുകയും വികസിക്കുകയും ചെയ്യുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് കണ്ടുവരുന്നത്. ഇത്തരത്തിൽ സംസ്ഥാനമാകെ നഗരവൽക്കരിക്കപ്പെടുമ്പോൾ ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ, പാർപ്പിട സൗകര്യങ്ങൾ, ഗതാഗത സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണം എന്നിവ ഉൾപ്പെടെ സജ്ജമാക്കുവാൻ എന്തെങ്കിലും പദ്ധതികൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ടോ?
അതിനായി എന്തെങ്കിലും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ? യെസ് മിനിസ്റ്റർ. സർ, ബഹുമാനായിട്ടുള്ള അംഗം ഇവിടെ കേരളത്തിലെ നഗരവൽക്കരണത്തിൻ്റെ പ്രത്യേകതയെ ശരിയായിട്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. സോ ലോകത്താകെ നടക്കുന്ന നഗരവൽക്കരണത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രവണത കേരളത്തിൽ കാണാം. നമ്മൾ പൊതുവേ നഗരവൽക്കരണം എന്ന് പറയുമ്പോൾ കാണുന്നത് ഗ്രാമങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്കുള്ള കുടിയേറ്റമാണ്. പക്ഷേ കേരളത്തിൽ സംഭവിക്കുന്നത് നഗരഗ്രാമ അതിർത്തികൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. എവിടെ ഗ്രാമം അവസാനിക്കുന്നുവെന്നോ എവിടെ നഗരം ആരംഭിക്കുന്നുവെന്നോ എവിടെ നഗരം അവസാനിക്കുന്നുവെന്നോ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു നഗരവ്യാപനമാണ് കേരളത്തിൻ്റെ നഗരവൽക്കരണത്തിൻ്റെ പ്രത്യേകതയായി നമുക്ക് കാണാവുന്നത്. എല്ലാ വിദഗ്ധരും ഇത് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ നഗരമായി അടുത്തൊരു ദശകത്തിനുള്ളിൽ കേരളം മാറും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ലോകത്തിലെ ഏറ്റവും വലിയ നഗരം കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒറ്റ നഗരം എന്ന നിലയിലേക്ക് മാറും. ഇപ്പോൾ തന്നെ ഒരു നാഷണൽ ഹൈവേയുടെ ഇരുവശത്തുമായിട്ട് വ്യാപിച്ചു കിടക്കുന്നൊരു നഗരമായിട്ട് കേരളം രൂപപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ബഹുമാനായിട്ടുള്ള അംഗം ഇവിടെ ചൂണ്ടിക്കാണിച്ചതുപോലുള്ള വലിയ വെല്ലുവിളികൾ അത് ഉയർത്തുന്നുണ്ട്, ഒപ്പം വലിയ സാധ്യതകളും അവസരങ്ങളും നൽകുന്നുണ്ട്. രണ്ടുമുണ്ട്. അത് രണ്ടും അഭിസംബോധന ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് സമഗ്രമായൊരു നയം ആവിഷ്കരിക്കാൻ ഈ ഗവൺമെൻറ് ആലോചിച്ചത്. ഇന്ത്യയിൽ തന്നെ ആദ്യം അത്തരം ഒരു മുൻകൈയെടുത്തത്. സർ, പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അദ്ദേഹം ഇവിടെ ചൂണ്ടിക്കാണിച്ചതാണ്. ഒന്ന്, ട്രാൻസ്പോർട്ടേഷൻ്റെ അർബൻ ട്രാൻസ്പോർട്ടേഷൻ ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി തീരും. അവിടെയാണ് അതിവേഗ റെയിൽ പോലുള്ള ആശയങ്ങളുടെ പ്രാധാന്യം വരുന്നത്. എങ്ങനെയാണ് കേരളത്തിലെ സർക്കാർ ദീർഘവീക്ഷണത്തോടുകൂടി അടുത്തൊരു 25-50 കൊല്ലത്തെ കേരളത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് പദ്ധതികൾ ആവിഷ്കരിച്ചത് എന്നതിൻ്റെ ഒരു ഉദാഹരണമാണിത്. അതിവേഗ റെയിൽ ആവശ്യമായി വരും. നാഷണൽ ഹൈവേ പോലുള്ള മലയോര ഹൈവേ, അതുപോലെ തന്നെ തീരദേശ ഹൈവേ പോലുള്ള അടിസ്ഥാന സൗകര്യ വികസനം വേണം. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ഈ നഗരവൽക്കരണത്തിൻ്റെ പ്രവണതയെ കണ്ടുകൊണ്ടുകൂടിയാണ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഹൗസിങ്ങിൻ്റേതാണ്, അർബൻ ഹൗസിംഗ്. സർ, നഗരം വ്യാപിക്കുന്ന സമയത്ത് നഗരങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള അഫോർഡബിൾ ആയിട്ടുള്ള ഹൗസിംഗ് ഭവനം ഉറപ്പുവരുത്തുക എന്നത് സർക്കാരിൻ്റെ മുൻഗണനയാണ്. ഈ സർക്കാരിൻ്റെ കീഴിൽ നടപ്പാക്കിയ ലൈഫ് ഭവന പദ്ധതി അതിൻ്റെ ഒരു ഉദാഹരണമാണ്. ആ ലൈഫ് ഭവന പദ്ധതിക്ക് കീഴിൽ കേരളത്തിലാകെ 6 ലക്ഷത്തിലധികം പേരുമായി കരാർ ഒപ്പിട്ട് കഴിഞ്ഞു. ഫെബ്രുവരി മാസത്തിൽ 5 ലക്ഷം എന്ന നാഴികക്കല്ല് കേരളം പിന്നിടാൻ പോവുകയാണ് വീടിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള പദ്ധതികൾ നിലവിൽ തന്നെ നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ അത്തരം പദ്ധതികൾ കൂടുതൽ ശക്തിപ്പെടുത്താനുള്ള നടപടികളുണ്ടാവും. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം അദ്ദേഹം ഉന്നയിച്ചത് മാലിന്യ സംസ്കരണത്തിൻ്റെതാണ്. സർ, നഗരവൽക്കരണം ഉയർത്തുന്ന ഏറ്റവും വലിയ വെല്ലുവിളി മലിനീകരണത്തിൻ്റെയും ശുചിത്വത്തിൻ്റെയുമാണ്. ഇപ്പോൾ ദാവോസിൽ ലോക സാമ്പത്തിക ഫോറം നടന്നു. ബഹുമാനായ വ്യവസായ മന്ത്രി അതിൽ പങ്കെടുത്തിരുന്നു. അത് സംബന്ധിച്ച് വന്നിട്ടുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെല്ലാം വന്ന വാർത്തകൾ ചൂണ്ടിക്കാണിക്കുന്നത് ആ വേൾഡ് എക്കണോമിക് ഫോറം ദാവോസിൽ നടന്നപ്പോൾ ഇന്ത്യൻ നഗരങ്ങളുടെ മലിനീകരണത്തെക്കുറിച്ചാണ് അവിടെ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ട ഒരാശങ്ക എന്നതാണ്. ഇന്ത്യയിലെ നഗരങ്ങൾ മലിനീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു, ജീവിതയോഗ്യമല്ലാതായിത്തീരുന്നു. ഡൽഹിയുടെ എല്ലാം അനുഭവം നമുക്കറിയാം, വായു ഗുണനിലവാര സൂചികയുടെ എല്ലാം സ്ഥിതി. അപ്പോൾ സർ, ഇപ്പോൾ നമ്മൾ കാണുന്നത് ഡൽഹിയിൽ നിന്നും അതുപോലുള്ള മഹാനഗരങ്ങളിൽ നിന്നും കേരളത്തിലെ നഗരങ്ങളിലേക്ക് റീലൊക്കേറ്റ് ചെയ്യാൻ ആളുകൾ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു എന്നതാണ്. കാരണം ശുദ്ധവായു കിട്ടുന്ന നഗരങ്ങൾ കേരളത്തിലേതാണ്, അതുപോലെ തന്നെ ശുചിത്വമുള്ള നഗരങ്ങൾ കേരളത്തിലേതാണ്. നമുക്ക് ഇനിയും ഒരുപാട് ദൂരക്കാര്യത്തിൽ മുന്നോട്ട് പോകാനുണ്ട് എന്നത് സംശയമില്ല. അപ്പോൾ അതിന് ഗവൺമെന്റ് ആവിഷ്കരിച്ച പദ്ധതികൾ ഈ സഭയിൽ നേരത്തെ തന്നെ വിശദീകരിച്ചതാണ്. ബ്രഹ്മപുരം പോലുള്ള ക്രൈസിസിനെ എങ്ങനെയാണ് കേരളം കൈകാര്യം ചെയ്തത് എന്നത് ഒരു മാതൃകയാണ് സർ. ഇപ്പോൾ ബ്രഹ്മപുരത്ത് ഈ മാസം അവസാനത്തോടു കൂടി 150 ടണ്ണിന്റെ കംപ്രസ് ബയോഗ്യാസ് പ്ലാന്റ് ഉദ്ഘാടനം നടത്തുകയാണ്. അദ്ദേഹത്തിന്റെ വളരെ പ്രസക്തമായ ചോദ്യമായതുകൊണ്ട് ദീർഘമായ ഉത്തരം. ശ്രീ കെ കെ രാമദാസ്. ഇതിൻ്റെ ഭാഗമായിട്ട് ഏറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കപ്പെടുന്ന ഈ ഗ്രാമങ്ങളാകെ നഗരവൽക്കരിക്കപ്പെടുന്നതിൻ്റെ ഭാഗമായി വയോജനങ്ങൾ, സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികൾ, കുട്ടികൾ എന്നിവർക്കായി നഗരവൽക്കരണ ആസൂത്രണ നയത്തിൽ പ്രത്യേക പരിഗണനയും പദ്ധതികൾ ഉൾപ്പെടുത്തുന്നതിന് പ്രത്യേക ആലോചനയും സർക്കാർ നടത്തുന്നുണ്ടോ എന്ന് വ്യക്തമാക്കാം. സർ, ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് നഗരവൽക്കരണം എന്ന പ്രതിഭാസത്തെ നമുക്ക് തടഞ്ഞു നിർത്താനാവില്ല. അതിനെ തടഞ്ഞു നിർത്തുക എന്നതല്ല, അതിനെ ആസൂത്രിതമായിട്ടുള്ള രീതിയിൽ ശരിയായ ദിശയിലേക്ക് വഴിതിരിച്ചു വിടുക എന്നതാണ്. ഇൻക്ലൂസീവായ നഗരങ്ങൾ എന്ന കാഴ്ചപ്പാടാണ് സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത്. നഗരം ആരുടേത് എന്ന് ചോദിച്ചാൽ എല്ലാവരുടേതും എന്നതാണ് കേരളത്തിൻ്റെ ബദൽ.
ആ ബദലാണ് കേരളം ഉയർത്തിപ്പിടിക്കുന്നത്. അതല്ലാതെ സമ്പന്നർക്ക് മാത്രം ഇടമുള്ള നഗരം, ബാക്കി പാർശ്വവൽക്കരിക്കപ്പെട്ടവർ എല്ലാം പ്രാന്തപ്രദേശങ്ങളിലേക്ക് തള്ളി നീക്കപ്പെടുന്ന നഗരം എന്നതല്ല ഈ സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. സാമൂഹിക നീതിയിലധിഷ്ഠിതമായ വികസനം എന്ന ഒരു ബദൽ സമീപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നഗരങ്ങൾ, അതിൽ പ്രായം ചെന്നവർ, വയോജനങ്ങൾ, സ്ത്രീകൾ, ദുർബല വിഭാഗങ്ങൾ, അവർക്കെല്ലാം ജീവിത സൗകര്യങ്ങളുള്ള, ജീവിക്കാൻ ഇടമുള്ള ഒരു നഗരം, അവരെല്ലാം ഉൾക്കൊള്ളുന്ന നഗരം എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ നഗരനയം ആവിഷ്കരിക്കുന്നത്. പി നന്ദകുമാർ. ശ്രീ പി നന്ദകുമാർ. സർ, കേരളം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ തികച്ചും വ്യത്യസ്തമാണ്. ഈ കഴിഞ്ഞ 10 വർഷത്തിനകം വരുന്ന മാറ്റങ്ങൾ ശ്രദ്ധേയമാണ് സർ. എൻ്റെ ചോദ്യം, നഗരനയം ആവിഷ്കരിക്കുമ്പോൾ കേരളത്തിലെ സവിശേഷമായ സാമൂഹ്യ സാമ്പത്തിക സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമോ? അതാണ് ഞാൻ നേരത്തെ വിശദീകരിച്ചത്. കേരളത്തിൻ്റെ സവിശേഷ സാമ്പത്തിക, സാമൂഹിക, രാഷ്ട്രീയ സാഹചര്യങ്ങൾ കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നഗരനയമാണ്. അതാ നേരത്തെ പറഞ്ഞത്. സാമൂഹിക നീതിയിലധിഷ്ഠിതമായ വികസനം, നഗരത്തിൻ്റെ രീതിയിൽ സ്വാഭാവികമായി വളരുക എന്നുള്ളതല്ല, നഗരം എല്ലാവർക്കും അവസരങ്ങൾ നൽകുന്ന തരത്തിലുള്ള നഗരവൽക്കരണത്തിന് വഴിയൊരുക്കുക എന്നതാണ്. അതിനാണ് സർക്കാർ ഒരു നയം ആവിഷ്കരിച്ചിട്ടുള്ളത്. ഒരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു സർ. ലോകത്തെല്ലായിടത്തും വിവിധ രാജ്യങ്ങളുടെ GDP-യിലേക്ക് ഏറ്റവും വലിയ സംഭാവനകൾ നൽകുന്നത് നഗരങ്ങളാണ്. ഇപ്പോൾ കേരളത്തിൽ സംബന്ധിച്ചും ഈ നഗരവൽക്കരണത്തിൻ്റെ സാധ്യതയെ സാമ്പത്തിക വളർച്ചയ്ക്ക് കൂടി ഉപയോഗപ്പെടുത്തുക, സമ്പദ് ഉൽപ്പാദനത്തിൻ്റെ കേന്ദ്രങ്ങളായി, സാമ്പത്തിക വളർച്ചയുടെ ചാലകശക്തികളായി നഗരങ്ങളെ മാറ്റുക എന്ന ഒരു കാഴ്ചപ്പാട് കൂടി സർക്കാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോഴാണ് തൊഴിലും അതുപോലെ വരുമാനവും എല്ലാവർക്കും ഉറപ്പുവരുത്താൻ കഴിയുക. പ്രാദേശിക സാമ്പത്തിക വികസനം എന്നത് സർക്കാർ അംഗീകരിച്ച സമീപനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നഗരങ്ങളെ ഗ്രോത്ത് ഹബ്ബുകളാക്കി മാറ്റുക എന്ന കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഒരു കാര്യം കൂടി സർ, വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വൻകിട പദ്ധതികൾ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കിഫ്ബിയിലൂടെ നടപ്പാക്കിയിട്ടുള്ള 90,000 കോടി രൂപയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, ഇതെല്ലാം കേരളത്തിൻ്റെ നഗരവൽക്കരണത്തിനും ആവശ്യമായ പശ്ചാത്തല സൗകര്യ നഗരവൽക്കരണത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനും വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. സലാം. സാർ, നമ്മുടെ ഗ്രാമങ്ങൾ അതിവേഗതയിൽ നഗര സ്വഭാവം കൈവരിക്കുമ്പോൾ ധാരാളം പ്രകടമായ വ്യത്യാസങ്ങളാണ് സംഭവിക്കുന്നത്. നമ്മുടെ പ്രാദേശികമായ വികസന കാര്യത്തിൽ അർബൻ റൂറൽ എന്ന ഒരു വ്യത്യാസം വെച്ചിട്ട് ഭരണപരമായ കാര്യത്തിൽ ഉൾപ്പെടെ പ്രാദേശിക വികസന പ്രക്രിയയിൽ സ്വാഭാവികമായിട്ട് നിൽക്കുന്ന നിയമത്തെയും ചട്ടങ്ങളെ അടിസ്ഥാനമാക്കി തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ പ്രകടമായി ഗ്രാമങ്ങൾ നഗരവൽക്കരിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അതിനെ കൂടി പരിഗണിച്ചുകൊണ്ടുള്ള വ്യത്യാസം ഭരണപരമായ കാര്യത്തിൽ പ്രാദേശിക വികസന പ്രക്രിയയിൽ എങ്ങനെയാണ് സൃഷ്ടിക്കാൻ ഉദ്ദേശിക്കുന്നത്? അർബൻ കമ്മീഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ഏത് തരത്തിലാണ് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്? നമ്മളിപ്പോൾ തന്നെ മാസ്റ്റർ പ്ലാനുകൾ, നഗരങ്ങൾക്കുള്ള മാസ്റ്റർ പ്ലാനുകൾ രൂപവൽക്കരിക്കുന്ന പ്രക്രിയയിലാണ്. അനേകം നഗരസഭകളുടെ മാസ്റ്റർ പ്ലാനുകൾ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളവ ഇപ്പോൾ അപ്രൂവ് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങളിലാണ്. റിസ്ക് ഇൻഫോം മാസ്റ്റർ പ്ലാൻ, കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, കാലാവസ്ഥാ വ്യതിയാനത്തിന് ഏറ്റവും വൾണറബിളായിട്ടുള്ള ഒരു പ്രദേശമാണ്. ലോകത്തിലെ തന്നെ 50ഓളം വൾണറബിളായിട്ടുള്ള പ്രദേശങ്ങളിലൊന്നാണ് കേരളം. അപ്പോൾ ആ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ട് വേണം കേരളത്തിൻ്റെ നഗരവൽക്കരണത്തിൻ്റെ ദിശ നിർണ്ണയിക്കാൻ. അതുകൊണ്ട് റിസ്ക് ഇൻഫോം മാസ്റ്റർ പ്ലാനുകൾ തയ്യാറാക്കുന്ന പ്രക്രിയയും ഇപ്പോൾ നമ്മൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം ഈ നഗരഗ്രാമ അന്തരം കുറഞ്ഞു വരുന്നത് കൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടികൾ, പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രീ ജി സ്റ്റീഫൻ. സർ, നഗരവൽക്കരണം പൂർണ്ണമായ തോതിൽ നടപ്പിലാക്കുമ്പോൾ നിലവിലെ നിയമങ്ങളിൽ കാതലായിട്ടുള്ള മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് സർ. ഇത്തരത്തിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൂടുതൽ അധികാരങ്ങൾ നൽകുന്നതിനും അർബൻ ഒബ്സർവേറ്ററികൾ സ്ഥാപിക്കുന്നതിനുമുള്ള നടപടികൾ സ്വീകരിക്കുമെന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, അർബൻ ഒബ്സർവേറ്ററി എന്നത് ഈ അർബൻ കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട നിർദ്ദേശമാണ്. സർക്കാർ അത് നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് വ്യക്തമാക്കാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ നിയമങ്ങളിൽ വരുത്തേണ്ട മാറ്റമാണ്. അത് വളരെ പ്രസക്തമാണ്. സർ, കേരളത്തിൻ്റെ പഞ്ചായത്ത് രാജ് നിയമം 57 EMS അധ്യക്ഷനായിട്ടുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 60 ഉണ്ടായതാണ്. പിന്നീട് 94 പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമങ്ങൾ പിന്നീട് പാസ്സാക്കിയത്. ഇപ്പോൾ ഏറെ വർഷം പിന്നിട്ടിരിക്കുന്നു. സാഹചര്യങ്ങളിൽ വലിയ മാറ്റം വന്നിരിക്കുന്നു. നഗരവൽക്കരണം വലിയ തോതിൽ അതിൻ്റെ ആക്കം കൂടിയിരിക്കുന്നു. ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടുള്ള സമഗ്രമായ പഞ്ചായത്ത് രാജ് മുനിസിപ്പൽ നിയമ ഭേദഗതികളുടെ
പ്രത്യേകിച്ച് മുനിസിപ്പൽ നിയമ ഭേദഗതിയുടെ നിർദ്ദേശം കമ്മീഷൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. സർക്കാർ അതും നയത്തിൻ്റെ ഭാഗമായി പരിഗണിക്കുന്നുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല. കവി പാടിയിട്ടുള്ളത് നാട്ടിൻപുറങ്ങൾ നന്മകളാൽ സമൃദ്ധം എന്നാണ്. സർ, കേരളം ഇപ്പോൾ ഒരു മെട്രോപൊളിറ്റൻ സിറ്റി അല്ല. ബോംബെ, കൽക്കട്ട, മദ്രാസ് അല്ലെങ്കിൽ ചെന്നൈ എന്നുള്ള ആ മെട്രോപൊളിറ്റൻ സിറ്റിയെ പോലെ കേരളത്തെ നമുക്ക് മാറ്റിയെടുക്കാനും കഴിയില്ല. മന്ത്രി പറഞ്ഞത് ശരിയാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ വളരെ കൂടുതലായതുകൊണ്ട് ഗ്രാമ നഗര വ്യത്യാസങ്ങൾ നമുക്കില്ല. പക്ഷേ കേരളത്തിൻ്റെ ഗ്രാമങ്ങളുടെ സൗന്ദര്യം നിലനിർത്തിക്കൊണ്ട് അതിനനുസരിച്ചുള്ള പ്ലാൻഡ് ആയിട്ടുള്ള നഗരങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ് ഏറ്റവും അഭികാമ്യമായിട്ടുള്ളത്. അതുകൊണ്ട് നേരത്തെ മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളിൽ കാണുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അതുവഴി നമുക്ക് ഒഴിവാക്കാൻ കഴിയും. അപ്പോൾ പ്ലാൻഡ് സിറ്റികളാണ് നമുക്ക് ആവശ്യം. ശുദ്ധജലം ലഭ്യമാക്കുന്ന, പൊല്യൂഷൻ ഇല്ലാത്ത, മാലിന്യങ്ങൾ സംസ്കരിക്കാൻ കഴിയുന്ന തരത്തിലുള്ള പ്ലാൻഡ് സിറ്റികളെ പറ്റി ഗവൺമെൻറ് ആലോചിക്കുന്നുണ്ടോ? അത് നടപ്പാക്കാനുള്ള എന്തെല്ലാം നടപടികൾ സ്വീകരിക്കണം? കവി പാടിയതിൽ ഒരു വാക്യം മാത്രമേ അദ്ദേഹം ഉദ്ധരിച്ചുള്ളൂ. നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്ന് മാത്രമല്ല, നാട്യപ്രധാനം നഗരം എന്നുകൂടി കവി പാടിയിട്ടുണ്ട്. എൻ്റെ അഭിപ്രായമല്ല, കവി പാടിയത് അങ്ങ് ഉദ്ധരിച്ചപ്പോൾ ഞാൻ പൂരിപ്പിച്ചു എന്നേ ഉള്ളൂ ബാക്കി ഭാഗം. സാർ, തീർച്ചയായിട്ടും ഇപ്പോൾ ഇതുവരെ വിശദീകരിച്ചത് നഗരങ്ങളെ ആസൂത്രിത നഗരങ്ങളാക്കി മാറ്റുക എന്നതാണ്. നഗരവൽക്കരണം അതിൻ്റെ വഴിക്ക് നടക്കുക എന്നല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നഗര നയം ആവിഷ്കരിക്കേണ്ട കാര്യമില്ല. നഗരവൽക്കരണ പ്രക്രിയയിൽ ഇടപെടുകയും അതിനെ ഒരാസൂത്രിതമായിട്ടുള്ള സ്വഭാവത്തിൽ നമ്മുടെ നാടിൻ്റെ വികസന താല്പര്യങ്ങൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന, സാമൂഹിക നീതി ഉറപ്പുവരുത്തുന്ന ഒരു കാഴ്ചപ്പാട് അതിനനുസരിച്ച് മാറ്റിത്തീർക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് നഗരനയം ആവിഷ്കരിച്ചിട്ടുള്ളത്. അങ്ങയുടെ ചോദ്യത്തിന് ഉള്ള ഉത്തരം ഈ നഗരനയത്തിൽ ഉണ്ടാവും എന്ന കാര്യം ഞാൻ ഉറപ്പു നൽകുകയാണ്. ശ്രീ മാത്യു ടി തോമസ്. നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ കേരളം. പല ഗ്രാമപഞ്ചായത്തുകളും ഔദ്യോഗികമായി ഗ്രാമപഞ്ചായത്തുകൾ എന്നറിയപ്പെടുന്നുവെങ്കിലും നഗരത്തിൻ്റെ എല്ലാ സ്വഭാവങ്ങളും സവിശേഷതകളും ഉൾക്കൊള്ളുന്നവയാണ്. അതോടനുബന്ധിച്ച് ഉയരുന്ന പ്രശ്നമാണ് മാലിന്യത്തിൻ്റെ പ്രശ്നം. ഞാൻ സൂചിപ്പിക്കാൻ ശ്രമിക്കുന്നത്, കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കാൻ വേണ്ടി നാട്ടിൽ പൊതുവെ ഫലപ്രദമായ സാധാരണ ഇവ ശേഖരിക്കുന്ന ആളുകൾ ജലസ്രോതസ്സുകളാണ് ഉപേക്ഷിക്കുന്നത്. അവിടെ നഗരങ്ങൾ പല സ്ഥലങ്ങളിലും ഉള്ള നഗരങ്ങളിൽ തന്നെ ഒരു കക്കൂസ് മാലിന്യങ്ങളുടെ ഒരു നെറ്റ്വർക്ക് പൈപ്പ് ലൈനിലൂടെ തിരുവനന്തപുരത്തുള്ളതുപോലെ തന്നെ സംവിധാനങ്ങൾ ഒരുക്കുകയും സിവറേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ വ്യാപകമാക്കി നമ്മുടെ നഗരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തില്ലെങ്കിൽ ജലസ്രോതസ്സുകൾ മലിനപ്പെടും. അപ്പോൾ നഗരവൽക്കരണത്തിൻ്റെ ഒരു വലിയ പ്രത്യാഘാതം എന്ന നിലയിൽ ഈ കക്കൂസ് മാലിന്യങ്ങൾ സംസ്കരിക്കാനുള്ള ഒരു പദ്ധതി സംസ്ഥാന അടിസ്ഥാനത്തിൽ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു. സർ, മാലിന്യ സംസ്കരണം നഗരവൽക്കരണത്തിൻ്റെ വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അത് നേരിടുന്നതിൽ വളരെ വലിയ ഒരു പുരോഗതി കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ കേരളത്തിലെ സർക്കാരിന് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്, പ്രത്യേകിച്ച് ഖരമാലിന്യ സംസ്കരണത്തിൻ്റെ കാര്യത്തിൽ. എന്നാൽ ദ്രവമാലിന്യ സംസ്കരണത്തിൻ്റെയും കക്കൂസ് മാലിന്യ സംസ്കരണത്തിൻ്റെയും കാര്യത്തിൽ നമുക്ക് ഇനിയും ഏറെ മുന്നോട്ട് പോകാനുണ്ട്. നിരവധി സെപ്റ്റേജ് മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് അങ്ങേക്ക് തന്നെ അറിയാവുന്നതാണ്. പ്രധാനപ്പെട്ട കാരണം എന്താണ്? പ്രൊട്ടസ്റ്റാണ്, പബ്ലിക് പ്രൊട്ടസ്റ്റാണ്. അതുമൂലം നമുക്ക് വേണ്ടത്ര പുരോഗതി അക്കാര്യത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ചിലയിടത്ത് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. മുട്ടത്തറ നല്ലൊരു മാതൃകയാണ് തിരുവനന്തപുരത്തെ. ഈ നിയമസഭയിൽ അടിയന്തര പ്രമേയം വന്നത് അങ്ങ് ഓർക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു കക്കൂസ് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുന്നതിനെതിരായിട്ട് അടിയന്തര പ്രമേയം വന്നതും വളരെ വൈകാരികമായിട്ടുള്ള പ്രസംഗങ്ങൾ നടന്നതുമെല്ലാം നമ്മൾ ഓർക്കണം. പക്ഷെ അതേസമയം ഒരു പഠനം കാണിക്കുന്നത് കേരളത്തിലെ വീട്ടുകിണറുകളിൽ 78% ഈ കോളി ബാക്ടീരിയയുടെ ഉയർന്ന സാന്നിധ്യമുണ്ട് എന്നതാണ്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം എന്താണ്? വീടുകളിലെ ഈ സെപ്റ്റിക് ടാങ്കുകൾ ശാസ്ത്രീയമായി നിർമ്മിച്ചതല്ല. ശാസ്ത്രീയമായ മാനദണ്ഡപ്രകാരം സെപ്റ്റിക് ടാങ്കുകൾ 3 വർഷം കൂടുമ്പോൾ പൂർണ്ണമായും മാലിന്യം നീക്കം ചെയ്ത് ശുചിയാക്കണം എന്നാണ്. അത് ഇപ്പോൾ കഴിയുന്നില്ല. കഴിയാത്തതിൻ്റെ കാരണം അങ്ങനെ കോടിക്കണക്കിന് വീടുകളിലെ ഈ മാലിന്യം മുഴുവൻ നീക്കം ചെയ്ത് ശുദ്ധീകരിക്കാൻ, ഇതിനെ സംസ്കരിക്കാൻ ആവശ്യമായത്ര നമുക്ക് ഫീക്കൽ സ്ലഡ്ജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകൾ കേരളത്തിലില്ല. അത് പ്ലാന്റുകൾ കൂടുതൽ ആവശ്യമുണ്ട്. ഇനി മാലിന്യ സംസ്കരണത്തിൽ നമ്മുടെ മുൻഗണനാ വിഷയം എന്നത് ദ്രവമാലിന്യ സംസ്കരണവും കക്കൂസ് മാലിന്യ സംസ്കരണവുമാണ്. ഇപ്പൊ ജലാശയങ്ങളിലാണ് കൊണ്ടുപോയി തള്ളുന്നത്.
കായലുകളിലും മറ്റൊക്കെ കൊണ്ടുപോയി തള്ളുന്നുണ്ട്. അവിടെ നിന്നുള്ള മത്സ്യം നമ്മൾ കഴിക്കുന്നുണ്ട്. ശ്രീ എൻ ശംസുദ്ദീൻ. അതിവേഗം നഗരവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിൽ നഗരസഭകൾക്ക് അതിനനുസൃതമായി പ്രവർത്തിക്കാനുള്ള ഫണ്ടുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് വളരെ വലിയൊരു പ്രശ്നം. ഇവിടെ സൂചിപ്പിച്ചു ആസൂത്രിത നഗരവികസനം വേണം. സർ, 2015 പുതുതായി രൂപീകരിക്കപ്പെട്ട നഗരസഭകൾക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും വികസിപ്പിക്കാനുള്ള പദ്ധതികൾ നമുക്കുണ്ടായില്ല സർ. ഇപ്പോൾ ഒരു നഗരസഭയാകുമ്പോൾ സ്റ്റേഡിയം, ടൗൺ ഹാള്, ഓഫീസ് സമുച്ചയം, പാർക്ക്, പാർപ്പിടം ഇതൊക്കെ ഉണ്ടാക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം. ഗവൺമെൻറ് ലാൻഡ് പോലും ഇത്തരം നഗരസഭകൾക്ക് വിട്ടുകൊടുക്കുന്നില്ല. ജയിലിന് ചോദിച്ചപ്പോൾ വെറുതെ കിടക്കുന്ന ഭൂമി ജയിലിന് കൊടുത്തു. മണ്ണാർക്കാട് നഗരസഭ ചോദിച്ചപ്പോൾ ആ ഭൂമി ഇതുവരെ കൊടുത്തിട്ടില്ല. സർ, ഇത്തരം നഗരസഭകളെ ഈ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ, നഗരവൽക്കരണത്തിന് അനുസൃതമായ ജീവിത സാഹചര്യങ്ങൾ ഒരുക്കാൻ ഗവൺമെൻറ് പ്രത്യേക പദ്ധതി തയ്യാറാക്കുമോ? അങ്ങനെ തയ്യാറാക്കുമ്പോൾ മണ്ണാർക്കാട് നഗരസഭയെയും അതിൽ ഉൾപ്പെടുത്തുമോ? മിനിസ്റ്റർ പ്ലീസ്. സർ, മണ്ണാർക്കാട്ടെ ഏതൊരു പ്രത്യേക പ്രശ്നം വെച്ചിട്ട് അദ്ദേഹം സാമാന്യവൽക്കരിക്കുകയാണ് ചെയ്തത്. അത് വസ്തുതാപരമല്ല. ഭൂമിയുടെ കാര്യത്തിലുള്ള കേരളത്തിൽ ഏറ്റവും ദൗർലഭ്യമുള്ളൊരു വിഭവം, സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സ് ഭൂമിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഭൂമി ലഭ്യതയ്ക്കനുസരിച്ചല്ലേ നമുക്ക് കൊടുക്കാൻ കഴിയും. അദ്ദേഹം പറഞ്ഞ പ്രശ്നം ഏതാണെന്ന് എനിക്ക് വ്യക്തമായിട്ടില്ല. ലഭ്യതയ്ക്കനുസരിച്ച് ഭൂമി നൽകാനാവൂ. എന്തായാലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ നേരത്തെ ഇവിടെ വിശദീകരിച്ചതായതുകൊണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല. അതിനുള്ള ഉത്തരം വിശദീകരിച്ചതാണ്. ശ്രീ കെ വിജയൻ. ഒരു നഗരനയം രൂപീകരിക്കാൻ മുന്നോട്ട് വരുന്നു എന്നത് വളരെ സ്വാഗതാർഹമാണ്. പക്ഷേ ഇപ്പോൾ തന്നെ നമ്മുടെ നഗരങ്ങളിലൊക്കെ 50-100 നിലകളുള്ള വലിയ ഫ്ലാറ്റുകൾ ഉയർന്നു വരികയാണ്. എന്നാൽ അതിന് ഒരു പ്ലാൻ അംഗീകരിക്കുമ്പോൾ അത്തരമൊരു ഫ്ലാറ്റിൽ നിന്ന് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് കണക്കാക്കി അവിടെ ഒരു ഗ്രീൻ ബെൽറ്റ് ഒന്നുകിൽ സെപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു പ്രദേശം കണക്കാക്കി ചെയ്തില്ല എങ്കിൽ അതിഭീകരമായ ഒരു പ്രശ്നത്തെ നമ്മൾ നേരിടേണ്ടി വരും. ഈ നഗരനയത്തിൽ ഏറ്റവും കൂടുതൽ പ്രാമുഖ്യം, പ്രത്യേകിച്ച് നമ്മുടെ ഈ കേരളത്തെ കേരളമായി നിലനിർത്തണമെങ്കിൽ നഗരവൽക്കരണം നടക്കുന്നു, അതിൻ്റെ കൂടെ തന്നെ ഈ പച്ചപ്പും എല്ലാം നിലനിൽക്കണമെങ്കിൽ അത് അനിവാര്യമാണ്. കാരണം വയലുകളെല്ലാം പോവുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ തീർച്ചയായും ഇത്തരൊരു നിലപാട് സ്വീകരിച്ച് പ്ലാൻ അംഗീകരിക്കുമ്പോൾ ഒരേക്കർ സ്ഥലത്ത് ഒരേക്കർ കെട്ടിടം ഉണ്ടാക്കി പാർക്കിംഗ് സൗകര്യം ഉണ്ടായാലായി എന്നുള്ള ഒരു നില വരുന്നുണ്ട്. അത് ഒഴിവാക്കിയെടുക്കുന്നതിനെ കുറിച്ച് ഒരു നല്ല കാഴ്ചപ്പാട് ഉണ്ടാവേണ്ടതല്ലേ? അത് സ്വീകരിക്കുന്നുണ്ടോ ഈ നയത്തിൽ എന്നാണ് എനിക്ക് ചോദിക്കുന്നത്. സർ, അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം പ്രസക്തമാണ്. കേരളം ആ ദിശയിലുള്ള പ്രവർത്തനം നേരത്തെ തന്നെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ബഹുമാനായിട്ടുള്ള ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ച കാര്യം എല്ലാവരും ഓർക്കുന്നു ഞാൻ കരുതുന്നു. 2050 ആകുമ്പോഴേക്കും കേരളം കാർബൺ ന്യൂട്രൽ സംസ്ഥാനമായി മാറും. ആ ലക്ഷ്യം നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു റോഡ് മാപ്പ് അനുസരിച്ചുള്ള പ്രവർത്തനം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയ തലത്തിൽ 2070 ലക്ഷ്യം എന്ന് ഓർക്കണം. അപ്പോൾ ദേശീയ തലത്തിൽ കൈവരിക്കാനിരിക്കുന്ന ഒരു ലക്ഷ്യം അതിൻ്റെ 2 ദശകം മുമ്പ് കൈവരിക്കുക മറ്റെല്ലാ കാര്യത്തിലും എന്നതുപോലെ ഇതിലും ഇന്ത്യക്ക് കേരളത്തിന് മാതൃകയായി മാറാൻ കഴിയും. ചോദ്യം നമ്പർ 3 ശ്രീ എം മുകേഷ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ABCD മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള ധനസഹായത്തിനായി 2016-21 5715 കോടി 92 ലക്ഷം രൂപയും 2021-26 2569 കോടി 15 ലക്ഷം രൂപയും ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചികിത്സാ ധനസഹായം ഉൾപ്പെടെ അനുവദിച്ചിട്ടുണ്ട്. ദീർഘമായ മറുപടി ആയതുകൊണ്ട് ടേബിൾ ചെയ്യാം. ശ്രീ എം മുകേഷ്. സർ, 2016-21 സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ധനസഹായം അനുവദിച്ച് ഉത്തരവായതിൽ എത്ര പേർക്ക് എത്ര തുക നൽകാനുണ്ടായിരുന്നുവെന്ന് വ്യക്തമാക്കാം. ബഹുമാനപ്പെട്ട CM. സർ, 2011-16 കാലയളവിൽ ധനസഹായം ഉത്തരവായി, പക്ഷേ ധനസഹായം നൽകാതിരുന്ന 29,930 അപേക്ഷകളുണ്ടായിരുന്നു. അതിൽ 36 കോടി 40 ലക്ഷം രൂപ പിന്നീട് 2016 വന്ന ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് അനുവദിച്ചത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചത് മൂലം സംസ്ഥാനത്തിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഏതെങ്കിലും രാജ്യം നൽകാൻ തീരുമാനിച്ച എത്ര കോടി രൂപയാണ് നഷ്ടപ്പെട്ടതെന്ന് വ്യക്തമാക്കാം. മിനിസ്റ്റർ. CM. സർ, ഇത് പലവട്ടം നമ്മുടെ പൊതുസമൂഹം ചർച്ച ചെയ്ത കാര്യമാണ്. ചില രാജ്യത്തിലെ ഭരണാധികാരികൾ നമുക്ക് സഹായം നൽകാൻ വേണ്ടി തയ്യാറായി മുന്നോട്ട് വന്നിരുന്നു.
പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അത്തരം സഹായങ്ങൾ സ്വീകരിക്കില്ല എന്ന നിലപാടെടുത്തതിൻ്റെ ഭാഗമായി അവ നമുക്ക് ലഭിക്കാതിരിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ പിന്നെ ആ രാജ്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് കാര്യമില്ലല്ലോ. ശ്രീ എം എം മണി. സാർ, ദുരിതാശ്വാസ നിധി മുൻനിർത്തി പുനർജനി എന്ന പേരിൽ ഔദ്യോഗിക പദവി ഉപയോഗിച്ച് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിദേശത്ത് പോയി പിരിച്ച പണത്തിന്റെ കണക്കോ വിനിയോഗം സംബന്ധിച്ച സർ, അതിന് പ്രത്യേക നോട്ടീസ് വേണം സർ. ശ്രീ എൻ കെ അക്ബർ. സാർ, വിദേശത്ത് നിന്ന് പണം സമാഹരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് മുഖേന കേന്ദ്ര സർക്കാരിന്റെ അനുമതി തേടിയിരുന്നു. സർ, ഈ ചോദ്യവുമായി ബന്ധപ്പെട്ടതല്ല, അത് പ്രത്യേക നോട്ടീസ് ഉണ്ടായാൽ പറയാം. ശ്രീ എം എസ് അരുൺകുമാർ. സാർ, ചൂരൽമല പ്രകൃതി ദുരന്തത്തിൻ്റെ പേരിൽ കോൺഗ്രസോ മുസ്ലിം ലീഗോ സമാഹരിച്ച പണമോ വിശദാംശമോ സംസ്ഥാന സർക്കാരിന് നൽകിയിട്ടുണ്ടോ? പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ആർക്കെല്ലാം ലഭ്യമാക്കുമെന്ന് വിശദമാക്കാം. സർ, ഈ കാര്യത്തിൽ യാതൊരു വിശദാംശവും സർക്കാരിന് ലഭിച്ചിട്ടില്ല. മാത്രമല്ല, ആദ്യത്തെ ധാരണ പൊതുവിൽ സർക്കാർ തന്നെ നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ നിന്ന് മാറിയാണ് ഈ രണ്ടു കൂട്ടരും പിന്നീട് അവരവരുടേതായ വക വീടുകൾ നിർമ്മിക്കാമെന്ന നിലപാടെടുത്തിട്ടുള്ളത്. അതൊന്നും നേരത്തെയുള്ള ധാരണയായിരുന്നില്ല. ശ്രീ എ കെ മഷ്റഫ്. MLAമാർക്ക് ഏറ്റവും നമ്മൾ ഒരു മരണ വീട്ടിൽ പോകുമ്പോൾ രോഗികളിൽ നിന്നൊക്കെ ഈ ഒരു തുകയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വാങ്ങിക്കൊടുക്കാൻ കഴിയുന്നത്. അപ്പോൾ അതിലേറ്റവും ആക്സിഡൻറ്റ് സംഭവിച്ചാൽ നമ്മൾ ആ വീട്ടിലെത്തി അവരെ ആശ്വസിപ്പിക്കുമ്പോൾ പറയും CMDRFിലേക്ക് നിങ്ങൾ ഡെത്ത് സർട്ടിഫിക്കറ്റ്, FIR കോപ്പി, പോലീസ് റിപ്പോർട്ട് നിങ്ങൾ നൽകിയാൽ നമ്മളത് വാങ്ങിക്കൊടുക്കാൻ ഇതുവരെ കഴിഞ്ഞിരുന്നു. ഈ കഴിഞ്ഞ 2-3 മാസങ്ങളായി ഈ അപകടത്തിൽ മരിച്ചുപോയ ആളുകൾക്ക് അങ്ങയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് കിട്ടുന്ന തുക ലഭ്യമാവുന്നില്ല എന്നുള്ളൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. അതൊന്ന് വ്യക്തമാക്കുമോ? സർ, ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ഇൻഷുറൻസിൻ്റെ തുക ലഭ്യമാകും സാധാരണഗതിയിൽ. എന്നാൽ ചില കാര്യങ്ങളിൽ ഇൻഷുറൻസ് തുക ലഭ്യമാകാത്തതുണ്ടാകാം. അത്തരം കാര്യങ്ങളിൽ ഈ പറയുന്ന ദുരിതാശ്വാസ നിധിയിൽ നിന്നുള്ള സഹായം അനുവദിക്കുന്നുണ്ട്. മറ്റ് കാര്യങ്ങളിൽ വലിയ കാലതാമസം ഇൻഷുറൻസ് തുകക്ക് വരുമെന്നുള്ളത് കൊണ്ടാണ് പരിക്ക് പറ്റിക്കിടക്കുന്നവരുടെ കാര്യത്തിൽ ചികിത്സാ സഹായം എന്ന നിലക്ക് തുക അനുവദിക്കുന്ന നില എടുത്തിട്ടുള്ളത്. ശ്രീ സിദ്ദിഖ്. സർ, അവയവ മാറ്റങ്ങൾക്ക് CMDRFിൽ നിന്നും നൽകുന്നതായിരിക്കുന്ന തുക മാക്സിമം ലിമിറ്റ് 3 ലക്ഷമാണ്. സർ, അവയവ മാറ്റങ്ങൾക്ക് നമുക്കറിയാം കേരളത്തിൽ വലിയ രീതിയിലുള്ളതായിരിക്കുന്ന തുക വരികയും സാധാരണക്കാരായ ആളുകൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ചില കേസുകളിൽ വളരെ വലിയ ഭീമമായ തുക, നമ്മളൊക്കെ MLAമാരാണ്, നമ്മുടെയൊക്കെ മുമ്പിൽ ഓരോ പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് വലിയ ഭീമമായിരിക്കുന്ന തുക വരുന്നതായിരിക്കുന്ന സാഹചര്യമുണ്ട്. സർ, അത്തരം കാര്യങ്ങളിൽ ഈ മാക്സിമം ലിമിറ്റ് എന്നുള്ളത് 3 ലക്ഷം എന്നുള്ളത് എടുത്തു മാറ്റാനും ആവശ്യമായിട്ടുള്ള തുക മുഴുവൻ നൽകാൻ ആവശ്യമായിട്ടുള്ള നടപടികളിലേക്ക് കടക്കാനും സർ അതിൻ്റെ കൂടെ ഒറ്റ കാര്യമുള്ളൂ സർ. സർ, 2 കാര്യത്തിന് ഇപ്പോൾ CMDRF നിർബന്ധമാണ്. 1 ലക്ഷത്തിൽ കൂടുതൽ രൂപ ചെലവഴിക്കണമെങ്കിൽ അവിടെ ബില്ലും അതുപോലെ ഡിസ്ചാർജ് സമ്മറിയും രണ്ടും നിർബന്ധമാണ്. സർ, അത് 1 ലക്ഷത്തിൽ കൂടുതലുള്ളതായിരിക്കുന്ന തുകയ്ക്ക് നിർബന്ധമാക്കുന്ന അതേ സമയത്ത് തന്നെ 1 ലക്ഷത്തിൽ താഴെയുള്ളതായി 1 ലക്ഷത്തിൽ കൂടുതൽ തുക വരുന്നതായിരിക്കുന്ന ചികിത്സകളുണ്ട്, അവർക്ക് ഡിസ്ചാർജ് സമ്മറി ഉണ്ടാവില്ല. അത്തരം കാര്യങ്ങളിൽ സർക്കാരിന്റെ ഒരു ദയാപൂർവമായിട്ടുള്ള നിലപാട് ഈ രോഗികളോടും ആളുകളോടും ഉണ്ടാവുമോ എന്നുള്ളത്. ബഹുമാനപ്പെട്ട CM. സർ, ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ഒരു പ്രശ്നം നമ്മുടെ സമൂഹത്തിൽ ഗൗരവമായൊരു കാര്യമാണ്. പല ഇതുപോലുള്ള കാര്യങ്ങൾക്കും വലിയ ചികിത്സാ ചെലവാണ് വരുന്നത്. അവയവമാറ്റം മാത്രമല്ല, മറ്റ് തരത്തിലുള്ള ചികിത്സകൾക്കും വലിയ തുക ചെലവഴിക്കേണ്ടതായി വരുന്നുണ്ട്. അങ്ങനെയുള്ള തുകയാകെ നമുക്ക് അനുവദിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത് ഗൗരവമായ പ്രശ്നമാണ്. അതിന് നമ്മൾ മറ്റു വഴികൾ കാണേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴത്തെ അവസ്ഥയിൽ സർക്കാരിന് ആ മുഴുവൻ ബാധ്യതയും വഹിക്കാൻ കഴിയുന്നതല്ല. എന്നാൽ എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കാനാവും, അതിന് എന്ത് മാർഗങ്ങൾ സ്വീകരിക്കണം, അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദമായ കാര്യങ്ങൾ നാം എല്ലാവരും ചർച്ച ചെയ്യേണ്ടതുണ്ട്. സർക്കാർ ആ കാര്യം ഗൗരവമായി പരിശോധിച്ച് വരുന്നുണ്ട്. പ്രത്യേകമായ ഇൻഷുറൻസ് രീതികൾ ഈ കാര്യത്തിൽ പ്രായോഗികമാണോ എന്നുള്ളതടക്കം സർക്കാർ ഗൗരവമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്.
അതോടൊപ്പം ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച പ്രശ്നം അത് പരിശോധിക്കാവുന്നതാണ്. ശ്രീ എൻ എ നെല്ലിക്കുന്ന്. സർ, മാരകമായ രോഗങ്ങളുമായി മല്ലിടുന്ന ആളുകൾ നേരിടുന്ന പ്രയാസങ്ങൾ തീർച്ചയായും നമ്മെ എല്ലാവരും വേദനിപ്പിക്കുന്നതാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല ഫയലുകളും മാസങ്ങളോളം കലക്ട്രേറ്റുകളും വില്ലേജ് ഓഫീസിലും കെട്ടിക്കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഞങ്ങൾക്ക് വേറൊന്നും നോക്കാൻ സമയമില്ല, SIR ആണ്. അപ്പോൾ ഈ ഫയലുകൾ നോക്കാൻ ഒരു പ്രത്യേക സംവിധാനം ഏർപ്പെടുത്തും. ബഹുമാനപ്പെട്ട CM. സർ, ഞാൻ ആദ്യ ഭാഗം കേട്ടപ്പോൾ ബഹുമാനായ അംഗം ഈ കാര്യങ്ങൾ കൃത്യമായി ഫോളോ അപ്പ് ചെയ്യുന്നയാളാണല്ലോ, എന്താണൊരു നിശ്ചയമില്ലാതെ പറയുന്നതെന്ന് തോന്നിയിരുന്നു. രണ്ടാമത്തെ ഭാഗം വന്നപ്പോൾ ക്ലിയറായി. അതിപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം കൊണ്ടാണ്. SIRൻ്റെ ഭാഗമായി നമ്മുടെ റവന്യൂ ഇതിലൊക്കെ മുഴുവൻ ആളുകളും അതിൻ്റെ പിന്നാലെ ആയിപ്പോയി എന്നൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെതായ ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. അത് താൽക്കാലികമായിട്ടുള്ളതാണ്. പെട്ടെന്ന് തന്നെ കൊടുക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ചോദ്യം നമ്പർ 4 ശ്രീ കെ ബാബു നെന്മാറ, ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണം എക്സൈസ് പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി. സർ, ഉത്തരം മേശപ്പുറത്ത് വയ്ക്കുന്നു. താങ്ക് യു. ശ്രീ കെ ബാബു. സർ, കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ അമൃതം പദ്ധതിയിൽ 50, 30, 20 അനുപാതത്തിലാണ് ചെലവഴിക്കുന്നത്. സർ, കേന്ദ്ര ഗവൺമെൻറ്റാണെങ്കിൽ പ്രഖ്യാപിക്കുന്ന പദ്ധതികളിലെല്ലാം ആനുപാതികമായി സംസ്ഥാന സർക്കാരുകളുടെ പേരിൽ സാമ്പത്തികമായ ബാധ്യത വരുത്തുന്ന പുതിയ പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നത്. സർ, എൻ്റെ ചോദ്യം ഇതാണ്: അമൃതം പദ്ധതി പ്രകാരം എത്ര സംഖ്യയാണ് കേന്ദ്രം നമുക്ക് നൽകിയിട്ടുള്ളത്? സംസ്ഥാന വിഹിതം എത്രയായിരുന്നു? എത്ര കണ്ടത് ചെലവഴിച്ചു എന്നതാണ് എൻ്റെ ചോദ്യം. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, അമൃത് പദ്ധതിയുടെ 2 ഘട്ടങ്ങളുണ്ട്. എല്ലാത്തിലും ബഹുമാനായിട്ടുള്ള അംഗം പറഞ്ഞതുപോലെ 50, 30, 20 അല്ല സർ. ഒന്നാം ഘട്ടത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം 50%, സംസ്ഥാന സർക്കാരിൻ്റെ 30%, നഗരസഭകളുടെ 20%. അതായത് കേന്ദ്രവും സംസ്ഥാന സർക്കാരും നഗരസഭകളും പകുതിയായിട്ടാണ് വഹിക്കുന്നത് ഒന്നാം ഘട്ടത്തിൽ. എന്നാൽ രണ്ടാം ഘട്ടം അമൃത് 2.0 അതിൽ 1 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യയുള്ള കോർപ്പറേഷനുകൾ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, കൊച്ചി, തൃശ്ശൂർ, കോഴിക്കോട്, കണ്ണൂർ. ഇവിടെ കേന്ദ്രവിഹിതം കുറവാണ് സർ. 33.3% കേന്ദ്രവിഹിതമുള്ളൂ. അത്രയും സംസ്ഥാന വിഹിതവുമുണ്ട്, അത്രയും നഗരസഭാ വിഹിതവും വരുന്നുണ്ട്. അപ്പോൾ പേര് കേന്ദ്രമാണ് നിശ്ചയിക്കുന്നത് എന്നേ ഉള്ളൂ. തുക കൂടുതൽ മുടക്കേണ്ടി വരുന്നത് പലപ്പോഴും സംസ്ഥാനമാണ്. സർ, ഇനി രണ്ടാം ഘട്ടത്തിൽ തന്നെ മറ്റൊരു കാറ്റഗറി ഉണ്ട്. 1 ലക്ഷത്തിനും 10 ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യയുള്ള മുനിസിപ്പാലിറ്റികൾ. ആലപ്പുഴ, കോട്ടയം, പാലക്കാട് മുനിസിപ്പാലിറ്റികളിലാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. അവിടെയും കേന്ദ്രവിഹിതം 33.3%, സംസ്ഥാന വിഹിതം 50%. അവിടെ കേന്ദ്രവിഹിതത്തേക്കാൾ കൂടുതലാണ് സംസ്ഥാന വിഹിതം. നഗരസഭാ വിഹിതം 16.7%. 1 ലക്ഷത്തിന് താഴെയുള്ള മുനിസിപ്പാലിറ്റികളുണ്ട്, അതിന് വേറൊരു ഘടനയാണ്. സർ, ഇനി അദ്ദേഹം വളരെ സമഗ്രമായൊരു ചോദ്യമാണ്, എത്ര അനുവദിച്ചു എന്നാണ്. അമൃത് ഒന്നാം ഘട്ടത്തിൽ കേന്ദ്രവിഹിതം 1153.8 കോടി രൂപയും സംസ്ഥാന വിഹിതം 1226.61 കോടിയും, സംസ്ഥാനവും നഗരസഭയും ചേർന്ന്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അനുപാതം 50-50 ആണെങ്കിലും ടെൻഡർ എക്സസ് സംസ്ഥാനത്തിൻ്റെ ബാധ്യതയായിട്ട് വരും. അപ്പോൾ സംസ്ഥാനത്തിൻ്റെ വിഹിതം വർദ്ധിക്കും. ഇതാണ് അമൃത് 1 നമുക്ക് അനുവദിച്ച തുക. ഇതിൻ്റെ ഭാഗമായിട്ട് 1106 പദ്ധതികളാണ് ഏറ്റെടുത്തത്. ആ 1106 പദ്ധതികളിൽ ഒന്നാം ഘട്ടത്തിൽ 1066 പദ്ധതികളും പൂർത്തിയാക്കിയിട്ടുണ്ട്. 40 പദ്ധതികളാണ് ബാക്കിയുള്ളത്. ആ 40 പദ്ധതികളിൽ നേരത്തെ ബഹുമാനായ ശ്രീ മാത്യു ടി തോമസ് ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം കൂടി ഇതിൽ അടങ്ങിയിട്ടുണ്ട്. 40 പദ്ധതികളിൽ 17 പദ്ധതികൾ സീവേജ് സെപ്റ്റേജ് സെക്ടറിലുള്ളതാണ്. ഈ മേഖലയിലുള്ള മാലിന്യ സംസ്കരണം, ദ്രവമാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട 17 പദ്ധതികളാണ് നമുക്ക് പൂർത്തിയാക്കാൻ അവശേഷിക്കുന്നത്. ബാക്കി എല്ലാത്തിലും നമുക്ക് വലിയ നേട്ടം കൈവരിക്കാനും കഴിഞ്ഞിട്ടുണ്ട്. അമൃത് രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായി 3435.31 കോടി രൂപയുടെ 940 പദ്ധതികൾക്കാണ് ഭരണാനുമതി നൽകിയത്. അതിൽ പൂർത്തിയാക്കിയത് 248 പദ്ധതികളാണ്. സർ, പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട തിരുവനന്തപുരം കോർപ്പറേഷനിൽ നഗരവികസനത്തിൻ്റെ പുതിയ രേഖ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞു ഇന്ത്യയുടെ പ്രധാനമന്ത്രി വന്നു, കണ്ടു, പോയി. സർ, വിയറ്റ്നാം കോളനിയിലെ
ശങ്കരാടി കാണിച്ച Yes, ആ yes. കൈരേഖയല്ലാതെ Yes. മറ്റൊരു രേഖയും പ്രഖ്യാപിച്ചതായിട്ട് കണ്ടില്ല. സാർ, ഇത് എൻ്റെ ചോദ്യം ഇതാണ്: മൂലധന നിക്ഷേപത്തിനായുള്ള പ്രത്യേകമായ സംസ്ഥാനത്തിന് പ്രോത്സാഹനമായി എത്ര കണ്ട് പ്രോത്സാഹന സമ്മാനമായി ലഭിച്ചിട്ടുണ്ട്? തുക എത്രയാണ്? യെസ് മിനിസ്റ്റർ. സർ, അമൃത് പദ്ധതിയിൽ ലഭിച്ച തുകയുടെ കാര്യം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു. അതാണ്. രേഖയുടെ കാര്യം അദ്ദേഹത്തിന് അറിവുള്ളതുപോലെ മാത്രമേ എനിക്കും അറിവുള്ളൂ. പത്രത്തിൽ കണ്ടിരുന്നു ബ്ലൂ പ്രിൻറ്റിൻ്റെ കാര്യം. പക്ഷേ അതിനുശേഷം ബ്ലൂ പ്രിൻ്റ് ഇല്ല എന്ന കാര്യവും പത്രത്തിൽ കണ്ട അറിവേ ഉള്ളൂ. ആധികാരികമായിട്ട് അത് സംബന്ധിച്ചൊരു വിവരവും സർക്കാരിൻ്റെ കൈവശമില്ല. ശ്രീ പി മമ്മിക്കുട്ടി. സാർ, ഉന്നയിക്കാൻ ഉദ്ദേശിച്ച ചോദ്യങ്ങൾക്ക് മറുപടി അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. ഏതായാലും ഈ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളുടെ ഒരു അവസ്ഥ തൊഴിലുറപ്പ് പദ്ധതിയുടെ അനുഭവം തന്നെ ആവും അപ്പോൾ ഈ അമൃത പദ്ധതിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഉണ്ടാവാൻ പോകുന്നത്? യെസ് മിനിസ്റ്റർ. സർ, തൊഴിലുറപ്പ് പദ്ധതിയുടെ അനുഭവം നേരത്തെ ഉണ്ടായി കഴിഞ്ഞു അമൃതിൽ. അതാ പറഞ്ഞത്. ഒന്നാം ഘട്ടത്തിൽ 50 കേന്ദ്രവിഹിതം. രണ്ടാം ഘട്ടം വന്നപ്പോൾ കോർപ്പറേഷനിൽ അത് 33%, മുനിസിപ്പാലിറ്റികളിലും 33% കുറഞ്ഞു. 10 ലക്ഷം വരെയുള്ള കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും. അപ്പോൾ വെട്ടിക്കുറവ് അമൃത് പദ്ധതിയിൽ നേരത്തെ വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. അമൃത് 2 തന്നെ വരുത്തി കഴിഞ്ഞിട്ടുണ്ട്. തൊഴിലുറപ്പിൽ നേരത്തെ 100% കേന്ദ്രവിഹിതമായിരുന്നു. ഇപ്പോൾ 60-40 ആക്കി. അനുവദിക്കുന്ന തൊഴിലിൻ്റെ ഇനി കേന്ദ്രം അനുവദിക്കുന്ന തൊഴിൽ പരിമിതമാണെങ്കിൽ കൂടുതൽ തൊഴിൽ നമ്മൾ സൃഷ്ടിച്ചാൽ 100% നമ്മൾ തന്നെ വഹിക്കണം എന്നതാണ് വ്യവസ്ഥ. ശ്രീ പി ടി റഹീം. സർ, ഈ പദ്ധതിയൊക്കെ അനുസരിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഒരുപാട് റോഡുകളാണ് പൊളിക്കേണ്ടി വരുന്നത്. കരാറുകാർ ഇവരൊന്നും പുനരുദ്ധരിക്കുന്നില്ല. മാത്രമല്ല, പുനരുദ്ധരിച്ചാൽ തന്നെ പൊളിച്ച ഭാഗം മാത്രം പുനഃസ്ഥാപിക്കുകയാണ് ചെയ്തത്. ഇത് മൊത്തം റോഡിൻ്റെ വീതിയുടെ 1/4 പോലും വരില്ല. ഈ സാഹചര്യത്തിൽ ഇവിടെ പറഞ്ഞതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വിഹിതം ഉപയോഗിച്ച് ഈ റോഡ് മൊത്തം റെസ്റ്റോർ ചെയ്യാൻ സാധിക്കുമോ എന്നാണ് എൻ്റെ ചോദ്യം. യെസ് മിനിസ്റ്റർ. സർ, പ്രധാനമായിട്ടും തദ്ദേശ റോഡുകൾക്ക് കേടുപാട് വരുന്നത് ജലജീവൻ മിഷൻ്റെ പൈപ്പിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൂടി കണക്കിലെടുത്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതി 2ാം ഘട്ടം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചത്. അത് 1000-ലധികം കോടി രൂപ, 1000 കോടിയാണ് ആദ്യം ഉദ്ദേശിച്ചതെങ്കിലും പിന്നെ ടെൻഡർ എക്സസ് കൂടി വന്നപ്പോൾ ഏതാണ്ട് 200 കോടി കൂടി ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി വർദ്ധിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. 3500-ലേറെ റോഡുകൾക്ക് ഭരണാനുമതിയായി. നല്ല നിലയിൽ അതിൻ്റെ പുരോഗതി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് സാർ. മാത്രമല്ല, ഈ ജലജീവൻ മിഷൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് തകർന്ന റോഡുകൾ അത് തൽക്കാലം തദ്ദേശ സ്ഥാപനത്തിൻ്റെ ഫണ്ടിൽ നിന്ന് തന്നെ അത് ഉപയോഗിച്ച് തന്നെ അടിയന്തരമായിട്ട് പുനർനിർമ്മിക്കാനും പിന്നീട് അത് റീകൂപ്പ് ചെയ്ത് കൊടുക്കാനുമുള്ള ഒരു തീരുമാനം സർക്കാർ പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അത് സംബന്ധിച്ച തീരുമാനമുണ്ടാകും എന്ന കാര്യവും അറിയിക്കുകയാണ്. ശ്രീ എം വിജിൻ. സർ, അമൃത് പദ്ധതിയുടെ ഭാഗമായി രാജ്യത്തിന് മാതൃകയാകുന്ന എന്തെല്ലാം പദ്ധതികളും പ്രവർത്തനങ്ങളുമാണ് സംസ്ഥാനം ഏറ്റെടുത്തത്? ഇത് ഈ പ്രവൃത്തികളുടെ പൂർത്തീകരണത്തിന് കാലപരിധി നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് വിശദീകരിക്കാം. യെസ് മിനിസ്റ്റർ. സർ, അമൃത് 1ാം ഘട്ടത്തിൻ്റെ കാര്യം ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചു. അമൃത് 1ാം ഘട്ടത്തിൽ 1106 പദ്ധതികളിൽ 1066 പദ്ധതികൾ പൂർത്തിയാക്കി കഴിഞ്ഞു. വളരെ മാതൃകാപരമായിട്ടുള്ള ചില പദ്ധതികൾ, ഇപ്പോൾ തൃശ്ശൂർ കോർപ്പറേഷൻ്റെ സ്കൈ വാക്ക്, ആകാശപാത അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ ഒരു മാതൃകാ പദ്ധതിയാണ്. അനേകം ആളുകളെ ആകർഷിക്കുന്ന ഒരു പദ്ധതിയാണ്. ഇപ്പോൾ സിനിമാ ഷൂട്ടിങ്ങിൻ്റെയൊക്കെ വലിയ കേന്ദ്രമായിട്ട് അത് മാറിയിരിക്കുകയാണ്. എയർ കണ്ടീഷൻ ചെയ്ത സ്കൈ വാക്ക് എന്നത് ഒരു ദേശീയ തലത്തിൽ തന്നെ ഒരു മാതൃകയായി അവർ അംഗീകരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ്. അപ്പം അതുപോലെ ധാരാളം സവിശേഷമായിട്ടുള്ള പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെയും വിശദാംശം ഇപ്പോൾ കയ്യിലില്ല. നടപ്പാക്കിയ പദ്ധതികളുടെ എണ്ണവും തുകയും മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ. ശ്രീ യു എ ലത്തീഫ്. ചോദ്യം ഉണ്ടായില്ല. ഓക്കെ. ശ്രീ പി എസ് സുപാൽ. സാർ, അമൃത് പദ്ധതിയിൽ വ്യത്യസ്തമായ പദ്ധതികൾ നടപ്പാക്കി വരികയാണല്ലോ. സാർ, പുനലൂരിൽ പഴക്കമുള്ളൊരു കുടിവെള്ള പദ്ധതിയാണ്. ഏതാണ്ട് 50 വർഷം മുമ്പ് നടപ്പിലാക്കിയൊരു പദ്ധതിയാണ്. 75% ആളുകൾക്കാണ് ഇപ്പോൾ കുടിവെള്ളം എത്തിക്കാൻ കഴിയുന്നത്. അത് സഫീഷ്യൻ്റ് അല്ല. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു പുതിയ പദ്ധതി ഇതിൻ്റെ ഭാഗമായി നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുമോ? അതിനെ സംബന്ധിച്ച് അങ്ങേക്ക് പറയാൻ കഴിയും. യെസ് മിനിസ്റ്റർ. സാർ, അത് എനിക്കിപ്പോൾ മറുപടി പറയാൻ പറ്റുന്ന കാര്യമല്ല. ഓക്കെ. ശ്രീ ടി ടൈസൺ മാസ്റ്റർ. നേരത്തെ പ്രസ് ചെയ്തിരിക്കുമല്ലേ? നേരത്തെ ചോദിച്ചു. ഓക്കെ. ചോദ്യം നമ്പർ 5 ശ്രീ കെ എൻ ഉണ്ണികൃഷ്ണൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ഉണ്ട്. വാട്ടർ മെട്രോ
അന്താരാഷ്ട്ര ശ്രദ്ധയാകർഷിച്ച കേരള മോഡൽ സുസ്ഥിര ജലഗതാഗത പദ്ധതിയാണ്. ന്യൂയോർക്ക് ആസ്ഥാനമായ ITDP, ബ്രസൽസ് ആസ്ഥാനമായ UAETP, പാരീസ് ആസ്ഥാനമായ ഗസീസ് തുടങ്ങി നിരവധി അന്താരാഷ്ട്ര പുരസ്കാരങ്ങൾ വാട്ടർ മെട്രോക്ക് ലഭിച്ചിട്ടുണ്ട്. കൂടാതെ 2024 UN ഹാബിറ്റാറ്റ് സിറ്റീസ് റിപ്പോർട്ടിൽ വാട്ടർ മെട്രോ ഫീച്ചർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. വാട്ടർ മെട്രോക്ക് ലഭിച്ചിട്ടുള്ള വിവിധ അവാർഡുകളുടെ പട്ടിക അനുബന്ധം 1 ചേർത്തിട്ടുണ്ട്. ഇന്ത്യയിലെ 18 നഗരങ്ങളിൽ വാട്ടർ മെട്രോയുടെ സാധ്യതാ പഠനം നടക്കുകയാണ്. കൂടാതെ സൗത്ത് ഏഷ്യ, ആഫ്രിക്ക തുടങ്ങിയ ഭൂഖണ്ഡങ്ങളിലെ നിരവധി രാജ്യങ്ങൾ വാട്ടർ മെട്രോ ആധാരമാക്കി ജലഗതാഗതം ആധുനികവൽക്കരിക്കാനുള്ള സാധ്യതകൾ തേടിയിട്ടുണ്ട്. കേരളം ലോകത്തിന് മാതൃകയാകുന്ന കേരള മോഡൽ വികസന പദ്ധതിയാണ് വാട്ടർ മെട്രോ എന്ന് ഇതുവഴി തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. സർ ബി ഉണ്ട്. കേരളം ഉൾപ്പെടെ 9 സംസ്ഥാനങ്ങളിലും 3 കേന്ദ്രഭരണ പ്രദേശങ്ങളിലും കൊച്ചി ജലമെട്രോ മാതൃകയിൽ ജലഗതാഗത മാർഗങ്ങൾ ഒരുക്കുവാനുള്ള സാധ്യതാ പഠനത്തിനായി കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ ഇൻലൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ സമീപിച്ചിട്ടുണ്ട്. പഠനങ്ങൾ നിലവിൽ പുരോഗമിച്ചു വരികയാണ്. ഇതിനു പുറമെ പല വിദേശ രാജ്യങ്ങളും ഇക്കാര്യത്തിന് കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ സമീപിച്ചിട്ടുണ്ട്. സി, മുംബൈ അടക്കം 18 നഗരങ്ങളിൽ സാധ്യതാ പഠനത്തിനായി ഇൻലൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡിനെ സമീപിച്ചിട്ടുള്ളതും ആയതിൻ്റെ സാധ്യതാ പഠനം പുരോഗമിച്ചു വരികയുമാണ്. പ്രസ്തുത നഗരങ്ങളുടെ വിവരങ്ങൾ അനുബന്ധം 2 ചേർത്തിട്ടുണ്ട്. സർ ഡി ഉണ്ട്. കേരളത്തിൻ്റെ പൈതൃക നഗരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി പ്രദേശങ്ങൾ തനത് സാംസ്കാരിക പാരമ്പര്യവും ചരിത്രത്തിൻ്റെ വിവിധ നാഴികക്കല്ലുകളും ഉൾപ്പെട്ട പ്രധാന പ്രദേശങ്ങളിലൊന്നാണ്. ആയതിനാൽ പ്രസ്തുത പ്രദേശങ്ങളെ പരസ്പരം ബന്ധിപ്പിക്കുന്നത് അവയുടെ സമഗ്ര വികസനത്തിന് വഴിതെളിയിക്കുന്നതാണ്. വാട്ടർ മെട്രോ സർവീസ് ആരംഭിച്ചതിന് ശേഷം ഇവിടേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മട്ടാഞ്ചേരി റൂട്ട് തുടങ്ങിയതിന് ശേഷം ഇതിനോടകം 3 ലക്ഷത്തിൽ പരം യാത്രക്കാർ വാട്ടർ മെട്രോ ഉപയോഗിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. ഈ കുമ്പളം, കടമക്കുടി, പാലിയന്തുരുത്ത് തുടങ്ങിയ ടെർമിനലുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നിലവിൽ അന്തിമഘട്ടത്തിലാണ്. പ്രസ്തുത റൂട്ടുകളിലെ ഡ്രഡ്ജിങ്ങിനുള്ള ടെൻഡർ നടപടികൾ പുരോഗമിച്ചു വരികയാണ്. എറണാകുളം, തോപ്പുംപടി, ഇടക്കൊച്ചി, വരാപ്പുഴ എന്നീ ടെർമിനലുകളുടെ നിർമ്മാണത്തിനുള്ള ടെൻഡർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ശ്രീ KN ഉണ്ണികൃഷ്ണൻ. സർ, ആഗോള ശ്രദ്ധ നേടും വിധം ആഗോള നിലവാരത്തിലും വരുമാനത്തിലും കൊച്ചി ജലമെട്രോയെ എത്തിച്ച ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അഭിനന്ദിക്കുന്നു. എൻ്റെ ചോദ്യം, വൈപ്പിൻ മണ്ഡലത്തിലെ വാട്ടർ മെട്രോ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയ 14 ടെർമിനലുകളിൽ മുളവുകാട് നോർത്ത്, കടമക്കുടി, പാലിയംതുരുത്ത് ടെർമിനലുകളുടെ പണി പൂർത്തീകരിച്ച സാഹചര്യത്തിൽ എത്രയും വേഗം അത് ഉദ്ഘാടനം ചെയ്യാൻ നടപടി സ്വീകരിക്കുമോ? യെസ്, ബഹുമാനപ്പെട്ട CM. സർ, ഞാൻ നേരത്തെ പറയുമ്പോൾ പറഞ്ഞു അതെല്ലാം അന്തിമഘട്ടത്തിലാണ് എന്ന്. പണി പൂർത്തീകരിച്ചു കഴിഞ്ഞെങ്കിൽ നമുക്കത് ഉദ്ഘാടനത്തിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്നതാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, മുളവുകാട് പഞ്ചായത്ത്, പൊന്നാരിമംഗലം, ചേന്നൂർ, കോതാട്, പിഴല, തുരുത്തുംകടവ്, ചരിയന്തുരുത്ത്, എളങ്ങുന്നപ്പുഴ, മൂലംപിള്ളി എന്നീ ടെർമിനലുകളുടെ നിർമ്മാണ പ്രവർത്തനം എത്രയും വേഗം ആരംഭിക്കാനും ദേശീയ ജലപാതയുടെ സാമീപ്യവും സാധ്യതയും കൂടി കണക്കിലെടുത്ത് ഞാറക്കൽ വലിയവട്ടം, ഞാറക്കൽ കിഴക്കേ മഞ്ഞനക്കാട്, നായരമ്പലം, നെടുങ്ങാട്, എടവനക്കാട്, കടക്കര, കുഴുപ്പള്ളി, മനപ്പള്ളി, ചെറായി സഹോദര സ്മാരകം എന്നീ മേഖലകളിലേക്ക് കൂടി നീട്ടി വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കാനും യാത്രാക്ലേശം പരിഹരിക്കാനും നടപടി സ്വീകരിക്കുമോ? സർ, വൈപ്പിൻ മണ്ഡലം മാത്രമല്ല തോന്നുന്നു, മറ്റു കുറേ പ്രശ്നങ്ങളും പ്രദേശങ്ങളും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഏതായാലും എന്താണ് സാധ്യത എന്നുള്ളത് പരിശോധിക്കാം. ശ്രീമതി KK ശൈല ടീച്ചർ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീമതി U പ്രതിഭ. നമ്മുടെ കേരളത്തിൻ്റെ മെട്രോ ഇന്നലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പോലും ഏറ്റവും ശ്രദ്ധ ആകർഷിച്ചിരുന്നു. കേരളത്തിലെ ഗവൺമെൻറ് നടത്തുന്ന വാട്ടർ മെട്രോ ഇന്ന് ഇന്ത്യയിലെ തന്നെ പല നഗരങ്ങൾക്കും മാതൃകയാവുകയാണ്. സർ, എൻ്റെ ചോദ്യം, കുട്ടനാട് പോലെയുള്ള വളരെ മനോഹരമായ ഭൂപ്രകൃതിയുള്ള സ്ഥലത്ത് ഇന്നും ധാരാളം ആളുകളാണ്
ജലഗതാഗതത്തെ ആശ്രയിക്കുന്നത്. ദിനംപ്രതി ആയിരക്കണക്കിന് ആളുകളാണ്, സഞ്ചാരികളും പ്രത്യേകം വരുന്നുണ്ട്. അവിടേക്ക് വാട്ടർ മെട്രോ തുടങ്ങുന്നതിനെക്കുറിച്ച് ആലോചനയിലുണ്ടോ എന്ന് വ്യക്തമാക്കാം. ബഹുമാനപ്പെട്ട CM. സർ, ഇപ്പോൾ ആരംഭിച്ച വാട്ടർ മെട്രോ വളരെ വിജയകരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ മാതൃകയിൽ എന്തൊക്കെ സാധിക്കുമെന്നുള്ളത് നമുക്ക് ഭാവിയിൽ ആലോചിക്കാവുന്നതാണ്. ശ്രീ KJ മാക്സി. സർ, KSRTCയുടെ ബജറ്റ് ടൂറിസം പദ്ധതി ജലമെട്രോയുമായി സഹകരിച്ച് കൂടുതൽ വിനോദസഞ്ചാര മേഖലയിലേക്ക് എത്തിക്കുന്നതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമോ? ബഹുമാനപ്പെട്ട CM. സർ, ഇതിൽ വിനോദസഞ്ചാരികൾ നല്ലതുപോലെ ആകർഷിക്കപ്പെടുന്നുണ്ട്. ഇനിയും ആകർഷിക്കാൻ എന്തൊക്കെ ചെയ്യേണ്ടതുണ്ടോ അതൊക്കെ ചെയ്യാവുന്നതാണ്. ശ്രീമതി ദലീമ ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ. സർ, അങ്ങ് പറഞ്ഞതുപോലെ നമ്മുടെ വാട്ടർ മെട്രോ അന്താരാഷ്ട്ര നിലവാരമുള്ളതാണ്. ലോകത്തിൻ്റെ സജീവമായിട്ടുള്ള ശ്രദ്ധയിൽ വന്നിട്ടുള്ളൊരു കാര്യമാണ് സർ. സർ, ജലഗതാഗത മേഖലയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അങ്ങയുടെ ഗവൺമെൻറ് ആവിഷ്കരിച്ച പദ്ധതികളിൽ ഒന്നാണ് ഈ പാർവതി പുത്തനാറിൻ്റെ ശുചീകരണവും ജലഗതാഗതത്തിന് പാർവതി പുത്തനാർ സജ്ജമാക്കുക എന്നുള്ളതും. സർ, അത് 1-2 ഘട്ടങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അവസാന ഘട്ടം പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നു. ബഹുമാനപ്പെട്ട CM. സർ, തീർച്ചയായും. അത് മാത്രമല്ല, ഇവിടുന്ന് കോവളം മുതൽ ചേറ്റൂർ വരെ ആ ജലപാത ഓപ്പറേറ്റ് ചെയ്യാനുള്ള നടപടികൾ ഈ അടുത്ത മാസം പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീ V. ജോയ്. സർ, ഈ ദേശീയ ജലഗതാഗത പാത പ്രത്യേകിച്ചും കോവളം മുതൽ കൊല്ലം വരെ വരുന്ന ഭാഗം ഏതാണ്ട് പണി പൂർത്തിയായി വരികയാണ്. അതിന് ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് ഏതെങ്കിലും തീരുമാനം എടുത്തിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ചൊന്ന് അറിയിക്കാമോ സർ? സർ, തൊട്ടു മുൻപ് ഞാൻ പറഞ്ഞത് അതാണ്. അടുത്ത മാസം ആ ഭാഗം പൂർത്തീകരിച്ച് നമുക്ക് നാടിന് സമർപ്പിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചോദ്യം നമ്പർ 6 ശ്രീ AC മൊയ്തീൻ, ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, വൻകിട സ്വകാര്യ ആശുപത്രികളിൽ മാത്രം നടന്നു വന്നിരുന്ന അവയവമാറ്റ ശസ്ത്രക്രിയകൾ സംസ്ഥാനത്തെ സർക്കാർ ആശുപത്രികളിൽ നടത്താൻ കഴിയുന്നു എന്നത് സർക്കാരിൻ്റെ അഭിമാന നേട്ടമായി കരുതുന്നു. അവയവ സ്തംഭനം മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രോഗികൾക്ക് അവയവമാറ്റം മാത്രമാണ് ഏക ചികിത്സാ മാർഗം. ഏറെ ചിലവ് വരുന്ന പ്രസ്തുത ചികിത്സ സാധാരണ ആളുകൾക്കും ലഭ്യമാകുന്ന രീതിയിൽ തികച്ചും സൗജന്യമായി ചെയ്യുന്നതിന് സർക്കാർ ആശുപത്രികളിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം, ആലപ്പുഴ, കോട്ടയം, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ ഈ സൗകര്യം ലഭ്യമാണ്. സർ, കൂടാതെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയാ സൗകര്യം ഒരുക്കി വളരെ നല്ല നിലയിൽ ശസ്ത്രക്രിയകൾ നടന്നു വരുന്നുണ്ട്. ഒരു ജനറൽ ആശുപത്രിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയാ സൗകര്യം ലഭ്യമാക്കുന്നത് രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ്. കൂടാതെ രാജ്യത്ത് ആദ്യമായി ഒരു ജനറൽ ആശുപത്രിയിൽ ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടത്തുന്നതും എറണാകുളം ജനറൽ ആശുപത്രിയിൽ വെച്ചാണ്. ഇത്തരത്തിൽ അവയവമാറ്റ ശസ്ത്രക്രിയ രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന വൻപിച്ച മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. സർ, ഈ സർക്കാർ നിലവിൽ വന്ന ശേഷം എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ തുടങ്ങിയവ ആരംഭിച്ചു. തിരുവനന്തപുരം സർക്കാർ മെഡിക്കൽ കോളേജിൽ ത്വക്ക്, കരൾ എന്നിവയുടെ മാറ്റിവയ്ക്കൽ ആരംഭിക്കുകയും ത്വക്ക് ബാങ്ക് പ്രവർത്തന സജ്ജമാവുകയും ചെയ്തു. കോട്ടയം, തിരുവനന്തപുരം മെഡിക്കൽ കോളേജുകളിൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ആരംഭിച്ചു. സർ, ടേബിൾ ചെയ്യും. ശ്രീ AC മൊയ്തീൻ. സർ, കേരളത്തിലെ സർക്കാർ മെഡിക്കൽ കോളേജുകളിലും ജനറൽ ഹോസ്പിറ്റലും ഉൾപ്പെടെ അവയവം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയിൽ നേടിയ പുരോഗതിയും നേട്ടവും നമ്മുടെ നാട് സമീപകാലത്ത് അനുഭവിച്ചതാണ്. ഇപ്പോൾ എറണാകുളത്ത് ജനറൽ ഹോസ്പിറ്റലിൽ ഷിബു എന്ന കൊല്ലത്തുകാരനായ ഒരു ചെറുപ്പക്കാരൻ്റെ അവയവങ്ങൾ ഹൃദയം മാറ്റിവെക്കാൻ നേപ്പാൾക്കാരിയായൊരു പെൺകുട്ടിക്ക് സർക്കാർ ഇടപെട്ട് നടത്തിയ പരിശ്രമവും ഏറെ ശ്രദ്ധേയമായിരുന്നു. സാർ, ഇങ്ങനെ സർക്കാർ മേഖലയിൽ ഈ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സർക്കാർ സംവിധാനത്തിൽ ഇതിന് ചെലവ് കൂടുതലാണ് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ചില മാധ്യമങ്ങളിലും തെറ്റായ പ്രചാരവേല നടക്കുന്നത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഇത് സ്വകാര്യ ആശുപത്രികളിലെ ചികിത്സാ സംവിധാനത്തെ സഹായിക്കുന്ന രീതിയിലായി മാറുന്നുണ്ടോ? ഈ കാര്യം വ്യക്തമാക്കാമോ? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ബഹുമാന്യനായ അംഗം ഇവിടെ പറഞ്ഞതുപോലെ രാജ്യത്ത് തന്നെ ആദ്യമായിട്ടാണ് ഒരു ജില്ലാ ആശുപത്രിയിൽ അവയവമാറ്റ ശസ്ത്രക്രിയകൾ നടക്കുന്നത്. ഒരു ഹാർട്ട് ട്രാൻസ്പ്ലാന്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും സങ്കീർണമായിട്ടുള്ളതാണ്. അവിടെ ജനറൽ ആശുപത്രി എറണാകുളത്ത് വൃക്ക മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ 8ഓ 9ാമത്തെയോ ശസ്ത്രക്രിയ നടക്കാൻ പോകുന്നു. സർ, ഈ ഉത്തരം സമർപ്പിച്ചതിന് ശേഷം ഒരു ഡെവലപ്മെന്റ് കൂടി ഉണ്ടായിട്ടുണ്ട്. അതുകൂടി ഞാൻ ഈ സഭയെ അറിയിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. സർ, തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ രാജ്യത്ത് ആദ്യമായിട്ട് കോർണിയൽ ട്രാൻസ്പ്ലാന്റ് നടന്നു കഴിഞ്ഞു. സർ, ശനിയാഴ്ചയാണ് അത് നടന്നത്.
രോഗി സുഖമായി വരികയാണ്. സാർ, ഇത് വളരെ വലിയൊരു മാറ്റമാണ്. ഇപ്പോൾ കിഫ്ബിയിലൂടെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടാണ് ഇത് സാധ്യമാക്കിയിട്ടുള്ളത്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ 2 കാര്യങ്ങളാണ് സാർ. അവയവമാറ്റ ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ അതിസങ്കീർണമായിട്ടുള്ള ശസ്ത്രക്രിയയാണ്. 2, ബഹുമാന്യനായിട്ടുള്ള കൽപ്പറ്റ അംഗം നേരത്തെ പറഞ്ഞതുപോലെ അവയവമാറ്റത്തിന് ഉണ്ടാകുന്ന ശസ്ത്രക്രിയയ്ക്ക് ഉണ്ടാകുന്ന ചെലവ് വളരെ 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 ഭാരമേറിയതാണ്. വലിയ സാമ്പത്തിക പ്രതിസന്ധി കുടുംബത്തിനും വ്യക്തികൾക്കൊക്കെ ഉണ്ടാകും. ബഹുമാനപ്പെട്ട അംഗം നേരത്തെ ഇവിടെ പറഞ്ഞു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. സാർ ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് എല്ലാവർക്കും അറിയാം 45, 50 ഒക്കെ ലക്ഷം രൂപ പുറത്താകുന്നു എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. MLA മാരെന്ന നിലയിൽ നമ്മുടെ അടുത്ത് വന്ന് ആളുകൾ പറയുന്നുണ്ട്. അവിടെയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്ത് ആദ്യമായി സാർ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ 2022 ഫെബ്രുവരി മാസം 14-ാം തീയതി കോട്ടയം മെഡിക്കൽ കോളേജിൽ ആരംഭിച്ചത്. ഇവിടെ പറഞ്ഞതുപോലെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചില കുപ്രചരണങ്ങൾ നടക്കുന്നതായിട്ട് കാണുന്നു സാർ. കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ വളരെ ആസൂത്രിതമായി ആക്രമിക്കുന്നതിന് വേണ്ടി കരുതേച്ച് കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ് ഇത്. പക്ഷേ സാർ, ഇതിൽ ഒരു കാര്യമുണ്ട്. ഇത് സാധാരണ ജനങ്ങൾക്ക് പ്രാപ്യമായിട്ടുള്ള ചികിത്സ സൗജന്യമായി നൽകുന്നതിനാണ് ശ്രമിക്കുന്നത്. ഉദാഹരണം, കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഈ പറഞ്ഞതുപോലെ ഭീമമായ ചെലവ് സ്വകാര്യ വൻകിട ആശുപത്രികളിലാകുമ്പോൾ സൗജന്യമായി കോട്ടയം മെഡിക്കൽ കോളേജിൽ 10 ശസ്ത്രക്രിയകൾ നടക്കുമ്പോൾ സാർ ആദ്യത്തെ 5ഉം പൂർണ്ണമായി സൗജന്യമായി ചെയ്തു. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ ഉള്ളവർക്ക് അത് പൂർണ്ണമായിട്ടും കവർ ചെയ്യപ്പെടുന്നുണ്ട് സാർ. ഈ 5 സൗജന്യമായി ചെയ്തത് കൂടാതെ സംസ്ഥാനത്ത് എവിടെ നടന്നാലും കാസ്പിലൂടെ പൂർണ്ണമായി സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു. അതുകൂടാതെ സാമൂഹ്യനീതി വകുപ്പിൻ്റെ സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ വഴി 5 ലക്ഷം രൂപ വരെ കൊടുക്കുന്നു സാർ. ഇതിലൊന്നും കവർ ചെയ്യപ്പെടാത്ത ചില ആളുകൾക്ക്, കാസ്പ് ഇല്ലാത്ത APL വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് കോട്ടയം മെഡിക്കൽ കോളേജിൽ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയപ്പോൾ 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ ആയിട്ടുണ്ട് സാർ. പൂർണ്ണമായി സൗജന്യമായിട്ടോ മിതമായ നിരക്കിലോ ഈ ശസ്ത്രക്രിയകൾ ചെയ്തു കൊടുക്കുന്നതിനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഹൃദയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ സാർ, ഈ ശസ്ത്രക്രിയയുടെ ആ ചെലവ് മാത്രമല്ല, ഇതിൻ്റെ ഹെലികോപ്റ്റർ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതിനു വേണ്ടി 10-300 പോലീസ് സംവിധാനം ഉൾപ്പെടെ അതിനുവേണ്ടി സജ്ജമായി അത് ക്രമീകരണങ്ങൾ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ ഇത് സാധ്യമാക്കുന്നത്. അത് ഈ നാട്ടിലെ നമ്മുടെ സംസ്ഥാനത്തെ നിസ്സഹായരായ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെയാണ് സാർ ഈ സംവിധാനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സാർ, ധാരാളം രോഗികൾ അവയവം മാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോൾ അവയവദാനത്തെ സംബന്ധിച്ചുള്ള ബോധവൽക്കരണ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെ പരിശ്രമങ്ങളാണ് നടത്തുന്നത്? ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവയവം ദാനം ചെയ്ത ആളുകളുടെ തുടർ ചികിത്സയ്ക്ക് മരുന്ന്, മറ്റു കാര്യങ്ങൾക്ക് ഏതെങ്കിലും അവർക്ക് ഇൻഷുറൻസിൻ്റെയോ മരുന്നിൻ്റെ വിലയുടെ കാര്യത്തിലൊക്കെ തുടർന്നുള്ള ചികിത്സയ്ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ സർക്കാർ എന്തെങ്കിലും സംവിധാനമുണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം. സാർ, ചില വ്യവഹാരങ്ങൾ മൂലം കോടതിയിൽ നിലനിന്നിരുന്ന ചില കേസുകൾ മൂലം മരണാനന്തര അവയവദാനത്തിൽ കേരളത്തിൽ ഒരു പിന്നോട്ട് പോക്കുണ്ടായിരുന്നു സാർ. പക്ഷേ ബഹുമാനപ്പെട്ട കോടതികൾ തന്നെ ഇടപെട്ടുകൊണ്ട് മരണാനന്തര അവയവദാനം പ്രോത്സാഹിപ്പിക്കുന്നതിനു വേണ്ടി വളരെ നീതിപൂർവമായിട്ടുള്ള വിധികൾ ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഡോക്ടേഴ്സിന് ബ്രെയിൻ ഡെത്ത് സർട്ടിഫൈ ചെയ്യാൻ ഭയമായിരുന്നു സാർ ഈ കേസുകൾ കാരണം. പക്ഷേ ആ സ്ഥിതി മാറി. ഇപ്പോൾ 2024-മായി 2025 സ്ഥിതി താരതമ്യം ചെയ്യുമ്പോൾ സംസ്ഥാനത്ത് 56% മരണാനന്തര അവയവദാനം നടത്തുന്നതിലുള്ള സന്നദ്ധത വർദ്ധിച്ചിട്ടുണ്ട്. മരണാനന്തര അവയവദാനം മൂലമുള്ള അവയവദാന ശസ്ത്രക്രിയകളും സംസ്ഥാനത്ത് നടക്കുന്നുണ്ട്. ജീവനേകാം ജീവനാകാം എന്ന ആപ്തവാക്യത്തോടെ ഒരു വലിയ ക്യാമ്പയിൻ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട് സാർ. മരണാനന്തര അവയവദാനം ചെയ്യുന്ന കുടുംബങ്ങളെ ഓണർ ചെയ്യുന്നുണ്ട്, സർക്കാരിൻ്റെ സർട്ടിഫിക്കേഷൻ നൽകുന്നുണ്ട്. അതോടൊപ്പം ഇപ്പോൾ കൊച്ചിയിൽ അതിന് വേണ്ടിയിട്ടൊരു ഒരു മോണുമെൻറ്റ്, ഒരു സ്മാരകം എന്നുള്ള നിലയിൽ ഫാമിലീസിന് അവിടെ കുടുംബങ്ങൾക്ക് വന്നിരുന്ന് ഇത് കാണാനും ഒക്കെ ഉള്ളൊരു സൗകര്യം അത് ആലോചിക്കുന്നുണ്ട് സാർ. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം ബഹുമാനപ്പെട്ട അംഗം ചോദിച്ചത് ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്ക് എങ്ങനെയാണ് സർക്കാർ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഈ സർക്കാരിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ സാർ ഭീമമായിട്ടുള്ള ചെലവ് വരുന്ന ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞിട്ടുള്ള മെഡിസിൻസ് അത് രാജ്യത്തെ തന്നെ ഏറ്റവും വില കുറച്ച് നൽകുന്നതിന് വേണ്ടി കാരുണ്യസ്പർശം കൗണ്ടറുകൾ വഴി കൊടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഇതിന് തൊട്ട് മുൻപ് കാരുണ്യസ്പർശം കൗണ്ടറുകൾ നമ്മൾ ഓപ്പൺ ചെയ്തത് ക്യാൻസർ മരുന്നുകൾ കൊടുക്കുന്നതിനാണ്. രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ വിലയിൽ ക്യാൻസർ മരുന്നുകൾ ലഭ്യമാകുന്ന സംസ്ഥാനമാണ് സാർ ഇന്ന് കേരളം. സീറോ പ്രോഫിറ്റ് ക്യാൻസർ കൗണ്ടറുകളാണത്. ഈ കൗണ്ടറുകളിലൂടെ തന്നെ സാർ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞവർക്കുള്ള മെഡിസിൻസും അതേ നിലയിൽ സബ്സിഡൈസ്ഡായി ഏറ്റവും കുറഞ്ഞ നിലയിൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. തൊട്ടടുത്ത് തന്നെ സാർ അത് ഓപ്പൺ ചെയ്യുകയും ചെയ്യും. ശ്രീ CH കുഞ്ഞമ്പു, നോട്ട് ഇൻ ദ സീറ്റ്. ശ്രീ KD പ്രസേനൻ, പെട്ടെന്ന്. സാർ, ഈ കോഴിക്കോട് ആരംഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷനിൽ അതിനാവശ്യമായ തസ്തികളെല്ലാം ഇപ്പോൾ സൃഷ്ടിച്ചിട്ടുണ്ടോ? എന്തെല്ലാം സേവനങ്ങളാണ് അല്ലെങ്കിൽ പ്രവർത്തനങ്ങളാണ് ആ ഇൻസ്റ്റിറ്റ്യൂട്ടുമായി ബന്ധപ്പെട്ട് നൽകാൻ പോകുന്നത്? മിനിസ്റ്റർ പെട്ടെന്ന്. സാർ, നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു സ്വപ്ന പദ്ധതിയാണ് സാർ കോഴിക്കോട് ആരംഭിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ.
അപ്പോൾ കിഫ്ബിയിലൂടെ ബഹുമാനപ്പെട്ട CM-ന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ 643.88 കോടി രൂപ ഇതിനു വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട്. അത് കൂടാതെ ചേവായൂരിലാണ് സാർ ഇതിനു വേണ്ടിയുള്ള നിർമ്മാണം ആരംഭിക്കുന്നത്. 60 ഡോക്ടർമാരുടെ തസ്തിക സൃഷ്ടിച്ചിട്ടുണ്ട്. രണ്ട് കാര്യങ്ങളാണ് സാർ. തീർച്ചയായിട്ടും അവയവ ശസ്ത്രക്രിയകൾ ഈ അവയവ സ്തംഭനവുമായിട്ട് അല്ലെങ്കിൽ രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചികിത്സ, അതോടൊപ്പം ഗവേഷണം ഇത് അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിൽ ഒന്നായി, രാജ്യത്തിന് തന്നെ നമ്മൾ നൽകുന്ന ഏറ്റവും വലിയ സംഭാവനകളിൽ ഒന്നായിരിക്കും സാർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ കോഴിക്കോടുള്ളത്. ശ്രീ KV സുമേഷ്. സർ, നമ്മുടെ സംസ്ഥാനത്തിന് വലിയ അംഗീകാരമാണ് ഈ അവയവമാറ്റ ശസ്ത്രക്രിയ. നമ്മുടെ സർക്കാർ ആശുപത്രികൾ വലിയ അംഗീകാരം നേടിയെടുക്കുകയും ചെയ്തു. പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഈ സ്വകാര്യ ആശുപത്രികളിൽ നമ്മൾ അവർക്ക് ലൈസൻസ് കൊടുക്കുന്നത് എങ്ങനെയാണ്? അതിന് പ്രത്യേക ഫീസ് സംവിധാനങ്ങളോ മറ്റു കാര്യങ്ങളൊക്കെ ഈടാക്കുന്നുണ്ടോ? മിനിസ്റ്റർ പ്ലീസ്. സർ, രാജ്യത്ത് ട്രാൻസ്പ്ലാന്റേഷൻ ഓഫ് ഹ്യൂമൻ ഓർഗൻസ് ആൻഡ് ടിഷ്യൂസ് ആക്ട് പ്രകാരമാണ് വാസ്തവത്തിൽ ഈ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തി വരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ പരിശോധനകൾക്ക് അനുസൃതമായിട്ടാണ് ഈ മാനദണ്ഡങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷമാണ് ഓരോ സ്ഥാപനങ്ങൾക്കും ലൈസൻസ് കൊടുക്കുന്നത്. ആദ്യ തവണ ലൈസൻസ് എടുക്കുമ്പോൾ സാർ അതിനൊരു ഫീസ് നിശ്ചയിച്ചിട്ടുണ്ട്. ഏതാണ്ട് 12,500 രൂപയാണ് ആദ്യത്തെ തവണ. പിന്നീട് കൃത്യമായ ഇടവേളകളിൽ 5 വർഷം കഴിഞ്ഞിട്ട് വീണ്ടും ഈ പരിശോധനകൾ നടത്തി ലൈസൻസ് പുതുക്കി കൊടുക്കും. അന്നേരം 6,500 രൂപയാണ്. ഇപ്പോൾ സർക്കാർ ആശുപത്രികൾക്ക് ഇത് ബാധകമാണ്. ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രിയൊക്കെ സാർ കേസോട്ടോയുടെ ഈ പരിശോധന കഴിഞ്ഞ് ലൈസൻസ് എടുത്തിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. ഇത് കർശനമായി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് സാർ. ഓർഡർ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.